ഗുഡ് ഈവനിങ് എവരിബഡി. ഇത് ഡോക്ടർ സന്ദീപ് ദാസിന്റെ ഞങ്ങളുടെ ലൂക്ക പ്ലാറ്റ്ഫോമിൽ രണ്ടാമത്തെ ടോക്കാണിത്. ആദ്യത്തെ ടോക്കിനും ഞാൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ് അഗൈൻ. ഡോക്ടർ സന്ദീപ് ദാസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കറന്റ്ലി വർക്കിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപ് അവിടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചർ ആയിരുന്നു. അദ്ദേഹം പഠിച്ചത് MSc ചെയ്തത് ഫാറൂഖ് കോളേജിൽ നിന്നാണ്. സുവോളജി വിത്ത് വൈൽഡ് ലൈഫ് ബയോളജി, അതാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ അതായിരുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തത്, റിസർച്ചിൽ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2022 PhD ചെയ്തു. 2016 മുതൽ 2022 വരെയായിരുന്നു PhD പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് വന്നത്. അതിനുശേഷം ഇപ്പോൾ അത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് തന്നെ റെപ്റ്റൈൽസ് ആൻഡ് ആംഫീബിയൻസ് ആണ് കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പല വൈൽഡ് ആനിമൽസ് കൂടി ഇതിൽ വരുന്നുണ്ടെങ്കിൽ ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്, അപ്പോൾ അതുകൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ധാരാളം റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. 38 പബ്ലിക്കേഷൻസ് ആണ് ഞാൻ കണ്ടത്. അത് മോസ്റ്റ് ഓഫ് ദം ആർ ഇന്റർനാഷണൽ ജേർണൽസിൽ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തതാണ്. അതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നേച്ചറിൽ വന്ന 2023 നേച്ചറിൽ വന്ന പേപ്പറിന്റെ ഒരു കോ ഓതർ കൂടിയായിരുന്നു അദ്ദേഹം. അത് ഓൺഗോയിങ് ഡിക്ലൈൻസ് ഫോർ ദ വേൾഡ്സ് ആംഫീബിയൻസ് ഇൻ ദ ഫേസ് ഓഫ് എമർജിംഗ് ത്രെറ്റ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അത് ഇന്റർനാഷണൽ ആർട്ടിക്കിൾ ആയിരുന്നു. ഒരുപാട് റിസർച്ചേഴ്സ്, ഒരു നെറ്റ്വർക്ക് കൈൻഡ് ഓഫ് വർക്ക് ആയിരുന്നു അത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു നേച്ചർ മാഗസിൻ, അതിന്റെ മുഖചിത്രം അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് ആയിരുന്നു. ഗാലക്സി ഫ്രോഗ് ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ ഗാലക്സി ഫ്രോഗിന്റെ ചിത്രമായിരുന്നു അതിന്റെ മുഖചിത്രം. അത് എന്താണ് പറയുക, അദ്ദേഹത്തിന്റെ CV യിൽ നിന്ന് അദ്ദേഹം അത് ചേർത്തതായിട്ട് ഞാൻ കാണുന്നില്ല. ശരിക്കും അത് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. ഈവൻ ബെറ്റർ ദാൻ ദാറ്റ് പേപ്പർ. പേപ്പറിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയേണ്ടത്, ഒരു വെയിറ്റ് ഉള്ള ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ 38 പേപ്പറിന് പുറമെ 2 ബുക്സ്, ഈ 2 ബുക്സ് കോതേഴ്സ്, ഒരു വൺ ഓഫ് ദി കോതേഴ്സ് ആയിരുന്നു 2 ബുക്കിലുള്ളത്. അതുകൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻസ് എഡ്ജ് ഹീറോ അവാർഡി ആയിരുന്നു 2020 മുതൽ 2022 വരെ. അതേപോലെ തന്നെ സുവോളജിക്കൽ സൊസൈറ്റി ലണ്ടൻസ് 2017 എഡ്ജ് ഫെലോഷിപ്പ് കിട്ടിയ ഒരാളായിരുന്നു. ഇപ്പൊ 2 പ്രാവശ്യം എഡ്ജ് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 2 തരത്തിലുള്ള അവാർഡാണെന്ന് തോന്നുന്നു. ഒന്നിൽ എഡ്ജ് ഹീറോ എന്ന് കാണുന്നുണ്ട്, മറ്റേത് എഡ്ജ് ഫെലോഷിപ്പ് എന്നാണ് കാണുന്നത്. രണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ റിസർച്ചിന് പുറമെ ഈസ് എ വെരി ഗുഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അതിന് അനവധി പ്രൈസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ചിലത് മാത്രം ഞാൻ പറയാം. ഒരു 6-7 പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്നത് ഒന്ന്, ഫസ്റ്റ് പ്രൈസ് ഇൻ BJMPC വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവാർഡ്സ് 2025, ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്. അതുപോലെ ജൂറി സെലക്ഷൻ ഇൻ നേച്ചർ ഇൻ ഫോക്കസ്ഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവാർഡ്സ് 2022. അതേപോലെ സെക്കൻഡ് പ്രൈസ് വിന്നർ ഇൻ സാങ്ച്വറി ഏഷ്യ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവാർഡ്സ് 2021. First prize winner in state wildlife photography awards 2019 by Kerala Forest and Wildlife Department. ഇതിന് പുറമെ മറ്റ് അനേകം അവാർഡുകളുണ്ട്. ഞാനത് മുഴുവനും ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ. ഇതിന് പുറമെ അദ്ദേഹം ധാരാളം ഇൻവൈറ്റഡ് ടോക്സ് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്, ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ധാരാളം. അത് എണ്ണിയാൽ ഒടുങ്ങാത്ത എന്ന് വേണമെങ്കിൽ പറയാം. ലിസ്റ്റ്, കംപ്ലീറ്റ് ലിസ്റ്റ് അദ്ദേഹം തന്നിട്ടില്ല, കുറച്ച് ചെറിയൊരു ലിസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ പല വർക്ക്ഷോപ്പിനും അതുപോലെ സെമിനാർസിനും ഒക്കെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ട്, പോലെ മഡഗാസ്കർ, ഭൂട്ടാൻ, ബോർണിയോ, ഇത്തരം രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു
ഒരു റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും സമയപരിമിതി മൂലം തൽക്കാലം ഞാനത് ചുരുക്കുകയാണ്. ഐ ആം വെരി ഹാപ്പി ടു വെൽക്കം ഡോക്ടർ സന്ദീപ് ദാസ് ഫോർ ദിസ് ടോക്ക്. ഓവർ ടു യു സർ. താങ്ക് യു വെരി മച്ച് സർ. എന്റെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഫീൽഡ് യാത്രയിലാണ്, എൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ലൂക്കയ്ക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിന് ഒരു നന്ദി പറയുന്നു. അതേപോലെ തന്നെ എത്രയും വിശദമായിട്ട് പരിചയപ്പെടുത്തിയ സംബന്ധം സാർക്ക്, അതായത് രണ്ടാമതും ലൂക്കയിൽ സാറിന് നന്ദി പറയുന്നു. സ്വന്തം സാർ, ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ ജുവോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്, പക്ഷേ ഐ എം അറ്റാച്ച്ഡ് ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. DBTയുടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള എന്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കാണാനുണ്ട്. അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കും അവിടെ ഞാനിപ്പോ പ്രസന്റ് ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. സോ ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് കിടക്കാം. ഷെയർ ചെയ്യുവാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ജനുവരി 7-ാം തീയതിയാണ് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ടത്തിന്റെ എന്താ പറയാ വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ള ഒരാളുമായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് തന്നെ നമ്മൾ പറയുമ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഹെർപറ്റോഫോണ, അതല്ലെങ്കിൽ മലയാളത്തില് നമ്മുടെ ദക്ഷിണേന്ത്യൻ വൻമതിലും കുഞ്ഞു ജീവിതങ്ങളും. ഈ പശ്ചിമഘട്ടത്തിലെ ഈ വൻമതിലിലെ ജീവിതങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങാം എന്നാലോചിക്കുന്നു. അങ്ങനെ ഒരാശയം റിസ്വാനും സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ ഒന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോ അതിനൊക്കെ ശേഷം റിപ്പോർട്ടിനും അതിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു 2014-15 കാലഘട്ടത്തിലാണ് കൂട് മാസികയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാരും വർക്ക് ചെയ്തിരുന്ന കാലത്തില് കൂടിന്റെ ഒരു പ്രത്യേക പതിപ്പ് റിലീസിനായിട്ട് ഇദ്ദേഹം തൃശ്ശൂര് വരികയുണ്ടായി. അപ്പൊ അന്ന് ഭാഗ്യവശാൽ ഈസ സാറും തജുക്ക് ഇവരെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പോയത് ഞാനായിരുന്നു. അപ്പൊ ഈ യാത്രയിൽ ഉടനീളം പല കാര്യങ്ങളും സംസാരിച്ചു, ചർച്ച ചെയ്തു. എനിക്ക് പേഴ്സണലി വളരെയധികം കണക്ട് ചെയ്ത അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്ത കാര്യം എന്ന് പറയുന്നത് തന്നെ പോയതിനു ശേഷം എന്റെ ഇമെയിൽ ID വാങ്ങി ഞാൻ അന്ന് ചർച്ച ചെയ്ത പല ഇത്തരത്തിൽ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നതിൽ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിന്റെ പേപ്പറുകൾ ആവശ്യപ്പെടുകയും അത് വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കമന്റ്സ് പറയുകയും എനിക്ക് തോന്നുന്നൊരു 10-20 തവണ മെയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറിനും അദ്ദേഹത്തിന്റെ ഒരു ഇമെയിൽ വരും, എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ട്. അത് ഞാൻ ഇന്നിപ്പം ഒന്ന് ചെക്ക് ചെയ്തതാണ്. 2024 വരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് വരാതിരുന്നത്. 2025-ലും ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു വിഷയമായിരുന്നില്ല. ഇത് നമ്മുടെ ഈ പശ്ചിമഘട്ടമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ചില മൈനിങ്ങിന്റെ കാര്യങ്ങളും അത്തരത്തിലുള്ള ഡീറ്റെയിൽസും അതിൽ ഈ പറയുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ കണക്ട് ആയിട്ടുള്ള ആംഫിബിയൻസ് റെപ്റ്റൈൽസ് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ബോൺ 24 May 1942 പൂനെ, ഡൈഡ് ഇൻ 7 January 2026. നമ്മൾ പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലും അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന എല്ലാവരുടെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ കുഞ്ഞു ജീവിതങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പശ്ചിമഘട്ടത്തില് കേരളത്തില് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുള്ളൊരു തവള ജീവിച്ചിരിക്കുന്നുണ്ട്. മിക്രിക്സാലസ് ഗാഡ്ഗിലി എന്നാണ് ആ തവളയുടെ ശാസ്ത്രീയ നാമം തന്നെ. പിള്ളയാൻ പട്ടാഭിരാമൻ എന്ന് പറയുന്ന ഓതേഴ്സ് 1990-ല് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ പമ്പ ശബരിഗിരി ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവർ തന്നെ കണ്ടെത്തുന്നത്. അപ്പം ഡൈനമൈറ്റ് ഹൗസ് പമ്പ ശബരിഗിരി കേരള 990 meters എന്നുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് പഠനത്തിൽ പറയുന്നത്. അപ്പം ഒന്ന് അദ്ദേഹത്തെ ഓർത്തു എന്ന് മാത്രം. കമ്മിങ് ടു അവർ ടോപ്പിക്. യെസ്, the Great Wall of South India and its herpetofauna.
പശ്ചിമഘട്ടത്തെ ഒരു ഗ്രേറ്റ് വാൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ സൂചിപ്പിച്ചത്. 1600 കിലോമീറ്റർ, 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തരിച്ച് 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൻമതിൽ തന്നെയാണ്. ഈ വൻമതിലാണ് നമുക്ക് മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭാഗത്ത് മഴയും അപ്പുറത്തെ ഭാഗത്ത് എന്താ പറയാ താരതമ്യേന മഴയില്ലാത്തൊരവസ്ഥയും ഉണ്ടാക്കുന്നത്. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ തമിഴ്നാട് സൈഡ് എന്ന് പറയുന്ന ആ ഭാഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ റെയിൻ ഷാഡോ ഏരിയാസ് എന്നാണ് പറയുന്നത്. മഴ നിഴൽ പ്രദേശങ്ങളാണ്. മഴ കുറവാണ്, കാരണം കൂടുതൽ മഴയും ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ സൈഡിലേക്കാണ് പെയ്യുന്നത്. പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ്. നിത്യഹരിത വനങ്ങൾ തുടങ്ങി ചോല പുൽമേടുകൾ, അതല്ലെങ്കിൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് തുടങ്ങി ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ഈ വൻമതിലില് ഈ പശ്ചിമഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പം അഗസ്ത്യമല തുടങ്ങി ഇപ്പൊ കന്യാകുമാരി പ്രദേശം അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന മല എന്നുള്ള തരത്തിലാണ്, ഉയർന്ന ഒരു കൊടുമുടി എന്നുള്ളൊരു അർത്ഥത്തിലാണ് അഗസ്ത്യമല എന്ന് സൂചിപ്പിച്ചത്. അഗസ്ത്യമല തുടങ്ങി പെരിയാറ്, നെല്ലിയാമ്പതി, മൂന്നാറ് അല്ലെങ്കിൽ ആനമുടി പോലെയുള്ള പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞു വരുന്നു. അപ്പൊ നമ്മൾ ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇൻവിസിബിൾ ബാരിയർ അല്ലെങ്കിൽ വിസിബിൾ ബാരിയർ എന്നുള്ള പല കൺസെപ്റ്റുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജീവികളുടെ സ്പീസിയേഷൻ സംഭവിച്ചില്ല, അല്ലെങ്കിൽ അവര് പലതായിട്ട് പല ഇനങ്ങളായിട്ട് ഡൈവേർജ് ചെയ്ത് പോയതിൽ പലപ്പോഴും നമുക്ക് വലിയ ജീവികളാണ് നമ്മൾ ഉദാഹരണങ്ങളായിട്ട് എടുക്കുന്നത്. അതിലൊരു ഉദാഹരണം ഇപ്പൊ ഏറ്റവും 2024 വന്നൊരു പഠനം, പാലക്കാട് ഗ്യാപ്പിന്റെ മുകളിലോട്ടും താഴോട്ടും ആയിട്ട് ഈ പഠനത്തിൽ ഒരുപാട് ആനകളുടെ സബ് പോപ്പുലേഷനെ 5 യൂണിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇവിടെ പശ്ചിമഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അതായത് പാലക്കാട് ഗ്യാപ്പിന് മുകളിലോട്ട് നോർത്തേൺ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്ന മറ്റൊരു യൂണിറ്റ് ആണ്. അതായത് ജീൻ ഫ്ലോ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ഇനി അത് തന്നെ പക്ഷികളിലേക്ക് വരുമ്പം വി വി റോബിൻ, നമ്മുടെ ഡോക്ടർ വി എസ് വിജയന്റെ മകനായിട്ടുള്ള വി വി റോബിൻ, അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങളുണ്ട്. പക്ഷെ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഇത് ഈ ഷോല അല്ലെങ്കിൽ സ്കൈ ഐലൻഡ് ബേർഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അപ്പൊ ഇതിലെ ഈ ചിത്രത്തില് ഇടത്തെ ഭാഗത്തെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഒരു കറുത്ത വൃത്തത്തിൽ, ഒരു പച്ച വൃത്തത്തിൽ, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് വൃത്തത്തിൽ 4 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അഗസ്ത്യ മലനിരകൾ അല്ലെങ്കിൽ ആസാംബു മലനിരകൾ, അത് കഴിഞ്ഞാൽ ആനമല നമ്മുടെ അച്ചൻകോവിൽ മുതൽ പെരിയാർ വരെയുള്ള പ്രദേശങ്ങൾ, അത് കഴിഞ്ഞ് ആനമല വരെയുള്ള പ്രദേശങ്ങൾ, പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞ് ബി എന്ന് പറയുന്ന പ്രദേശം നീലഗിരി മലനിരകൾ, അത് കഴിഞ്ഞ് ബ്രഹ്മഗിരി, വയനാട് പോലുള്ള മലനിരകൾ. അപ്പൊ ഇവിടെ ഈ ചിലപ്പന്മാർ എന്ന് പറയുന്ന പക്ഷികൾ ഈ ഓരോ മലനിരകളിലും അല്ലെങ്കിൽ ഓരോ സ്കൈ ഐലൻഡുകളും ഓരോരോ ഇനങ്ങളായിട്ട് മാറി എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വലത്തെ ഭാഗത്ത് കാണുന്ന ഷോളിക്കോള എന്ന് പറയുന്ന വിഭാഗത്തിൽ 3 ഇനങ്ങളായിട്ടാണ് പറയുന്നത്. മേജർ, ആൽബിയോൺട്രിസ്, ആശാംബുവൻസിസ്. അഗസ്ത്യമല നിരകളിൽ ആശാംബുവൻസിസ്, അത് അവിടം തൊട്ട് അച്ചൻകോവിൽ മുതൽ ഏതാണ്ട് നെല്ലിയാമ്പതി അല്ല ആനമല നിരകൾ വരെയുള്ള പ്രദേശങ്ങളിൽ ആൽബിയോൺട്രിസ്, അത് കഴിഞ്ഞ് മുകളിൽ നീലഗിരി അല്ലെങ്കിൽ ബ്രഹ്മഗിരി മലനിരകളിൽ മേജർ എന്ന് പറയുന്ന സ്പീഷീസ്. അപ്പൊ ഈ ഉദാഹരണങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ വലിയ ജീവികളോ പക്ഷികളോ എല്ലാമാണ്. അപ്പൊ ഇന്ന് നമ്മൾക്ക് ഈ തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് കുഞ്ഞു ജീവിതങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്ന കുറച്ച് ഉഭയജീവികൾ അല്ലെങ്കിൽ ഉരകങ്ങൾ, ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ കഥ പറയാൻ സാധിക്കുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെടാം എന്നുള്ളതാണ് ഈ ടോക്ക് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്കൈ ഐലൻഡ്സ്? നമ്മൾ സ്കൈ ഐലൻഡ്സ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് ജെൻസി ആണെങ്കിൽ, ജെൻസി ആവണമെന്നില്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കാശുണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കണ്ട സിനിമ എന്ന് പറയപ്പെടുന്ന അവതാർ സീരീസ്, അതിലുള്ള ഹല്ലേലൂയ മൗണ്ടൻസ് അല്ലെങ്കിൽ പണ്ടോറ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആകാശത്തിന് സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന ദ്വീപുകൾ പോലെയുള്ള മലനിരകൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം സംസാരിച്ചു വന്ന പോലെ സ്കൈ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ സ്കൈ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ അതാണ്, അല്ലെങ്കിൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് നമ്മള് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ശുദ്ധജല സ്രോതസ്സുകളിലുള്ള ദ്വീപുകളാണ്. അങ്ങനെയല്ല, മറിച്ച് ഈ മലമുകളിൽ ഇപ്പം ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ പുൽമേടുകളുടെ ഇടയിൽ ചെറിയ ചെറിയ എന്താ പറയാ പാച്ചസ് ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. ഈ ചിത്രത്തിൽ വളരെ ചെറുതായിട്ട് കാണുമെങ്കിൽ ആ ഒരു പാച്ച് ഫോറസ്റ്റും നല്ല വലുപ്പമുള്ള ഫോറസ്റ്റുകളാണ്. അത് ശരിയായിട്ടുമുള്ള ആകാശത്തിലെ ദ്വീപുകൾ തന്നെയാണ്. കാരണം
നേരത്തെ നമ്മൾ പക്ഷികളെ കുറിച്ച് പറഞ്ഞു. ആ പക്ഷികൾ വളരെ അധികം പറക്കുന്ന അല്ലെങ്കിൽ വളരെ ആകാശത്തേക്ക് പറക്കുന്ന തരത്തിലുള്ള പക്ഷികളല്ല, ചെറിയ പക്ഷികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ചെറിയ ഷോലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ഹാബിറ്റാറ്റ്സ് അവർക്കൊരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ഷോല മാത്രമാവണമെന്നില്ല. അല്ലെങ്കിൽ ആനമല എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ മൂന്നാർ പ്ലാറ്റ്യൂ 1500 1600 മീറ്ററിന് മീതെ മുകളിലേക്ക് വരുന്ന പ്രദേശങ്ങൾ. അപ്പൊ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറിയ തവളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പല്ലിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഡിസ്പേഴ്സൽ കപ്പാസിറ്റി ഉള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദ്വീപാണ്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഐസൊലേറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ബേസിക് സുവോളജി ബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ദ്വീപുകൾ എപ്പോഴും പരിണാമത്തിന്റെ ലബോറട്ടറികളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ദ്വീപുകളിലാണ് പലപ്പോഴും കൂടുതൽ ഇനങ്ങൾ പരിണമിച്ചു വരുന്നതുമല്ല. അപ്പൊ ഇത്തരത്തിൽ ആകാശത്തിലെ ദ്വീപുകൾ, ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം പറയാവുന്ന ഒന്ന് മൂന്നാറാണ്. അതുപോലെ തന്നെ അഗസ്ത്യമല, അത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതില് ഈ ഈ ഈ ഈ ഷോലകളെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വായിക്കാനും ശ്രമിക്കുകയുണ്ടായി. ഇപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു ലേഖനം കുറച്ച് നാൾ മുമ്പ് എഴുതിയിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മൊത്തത്തിൽ ഈ ടോക്കും രൂപപ്പെട്ടത്. അപ്പൊ ഈ വായിച്ചപ്പം കാര്യം വളരെ അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാലമായിട്ട് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പഠനം എന്നുള്ള രീതിയിൽ വളരെ അടുത്ത് കണ്ടൊരു സ്റ്റഡിയാണ് ജോഷി ആയിട്ടുള്ള അതുൽ ജോഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവരുടെ പഠനത്തിൽ പറയുന്നത് ഈ ഗ്രാസ് ലാൻഡ്സ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം, അതല്ലെങ്കിൽ ഈ ഷോലകൾ എന്താണ് ഇങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പുറത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ഇടങ്ങൾ പുൽമേടുകളായിട്ട് നിൽക്കുന്നു. ഒരു ഇരയോളം ഗ്രാസ് ലാൻഡ്സ്, അതല്ലെങ്കിൽ അഗസ്ത്യമല പോകുമ്പോൾ, അതല്ലെങ്കിൽ കുതിരമുക്ക് പോകുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ഈ ഷോല ഇങ്ങനെ പോക്കറ്റ്സിൽ ഒതുങ്ങുന്നു? ഒന്ന് നമുക്ക് ഊഹിച്ചറിയാം, കാറ്റൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ വളരെയധികം കാറ്റുള്ള പ്രദേശങ്ങളിലും വളരുന്ന മരങ്ങളുണ്ട്. പക്ഷെ അപ്പൊ ഈ പഠനത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. അതായത് ഇതില് ഗ്രീൻ ലൈൻ എഡ്ജ് സോൺ, അതായത് ഷോലയുടെയും ഗ്രാസ് ലാൻഡിന്റെയും എഡ്ജ് ആയിട്ടുള്ള ഏരിയ, ബ്ലാക്ക് ലൈൻ ഗ്രാസ് ലാൻഡ് ആണ്, ആൻഡ് ബ്ലൂ ലൈൻ ഇസ് ഷോല. ഈ പഠനത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഈ പുൽമേടുകൾ രാത്രികാലങ്ങളിലാകുമ്പോൾ വളരെയധികം ലോ ടെമ്പറേച്ചേഴ്സിൽ പോകുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. അതായത് ഷോലയെ അപേക്ഷിച്ച് ചിത്രത്തിൽ നോക്കിയാൽ കാണാം മൈനസിലേക്കും അല്ലെങ്കിൽ സബ് സീറോ ടെമ്പറേച്ചേഴ്സിലേക്ക് പോകുന്നുണ്ട്. ഷോലയില് താരതമ്യേന മരങ്ങളുള്ളതുകൊണ്ട് ചെറിയൊരു വാമത്തുണ്ട്. നേരെ മറിച്ച് ഗ്രാസ് ലാൻഡിലേക്ക് വരുമ്പോൾ ഈ സബ് സീറോ ടെമ്പറേച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ബാക്കി മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ സാപ്ലൈൻസിന്റെ ഗ്രോത്ത് വളരെയധികം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഷോലാസ് നാച്ചുറലി എക്സ്പാൻഡ് ചെയ്യാത്തത്. ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വെച്ചാൽ പലയിടങ്ങളിലും ഈ ഷോല പുറത്തേക്ക് കിടക്കരുത് എന്നുള്ളതുകൊണ്ട് ഗ്രാസ് ലാൻഡിൽ അല്ലെങ്കിൽ ഷോലയുടെ ചുറ്റും ഒരു കൺട്രോൾ ബേണിംഗ് പോലെയൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ ആ സ്റ്റഡി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇറ്റ് ഓൾസോ ബാക്ക് ട്രാക്സ് ടു സെവറൽ സിമിലർ സ്റ്റഡീസ്. അപ്പൊ ഇനി കൂടുതൽ വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഷോല എന്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിനുള്ള ഉത്തരമാണ്. ഇനി നമ്മൾ വീണ്ടും പശ്ചിമഘട്ടത്തിലേക്ക് വരുമ്പോൾ, പശ്ചിമഘട്ടം എന്ന വൻമതിലിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മളെല്ലാരും പറയുന്ന ഒന്ന് പാലക്കാട് ഗ്യാപ്പാണ്. അതല്ലാതെ രണ്ട് ഗ്യാപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ടെക്നിക്കലി പാസ് എന്ന് വേണമെങ്കിലും പറയാം. പാലക്കാട് ഗ്യാപ്പ് ഏതാണ്ട് 40 കിലോമീറ്ററോളം, 30 to 40 കിലോമീറ്റർ റഫ്ലി വരുന്ന, അതിന്റെ എവല്യൂഷൻ എന്താ പറയാ സ്ലൈറ്റ്ലി ഡിബേറ്റബിൾ ആണ്. പല തിയറീസ് ഉണ്ട്. വളരെ റീസെന്റ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ വായിച്ച ഒരു പേപ്പറിനെ കുറിച്ച് വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ സം സ്ലൈഡ്സ്. ഏതാണ്ട് 500 മുതൽ 800 മില്യൺ ഇയേഴ്സ് അഗോ പാലക്കാട് ഗ്യാപ്പ് ഇവോൾവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ചെങ്കോട്ട ഗ്യാപ്പ് ഏതാണ്ട് എഗെയിൻ ഗ്യാപ്പ് അല്ല, പാസ് എന്ന് പറയാം, ഒരു 7.5 കിലോമീറ്ററിന്റെ അടുത്ത്, റഫ്ലി അറൌണ്ട് 500 മില്യൺ ഇയേഴ്സ് അഗോ. അതും ഈ പറഞ്ഞ വരി ക്ലിയർ ഇൻഫർമേഷൻ അതിനെ കുറിച്ചും അവൈലബിൾ അല്ല. ഗോവ ഗ്യാപ്പ് ഓർ ഗോവ പാസ് അഗെയിൻ റഫ്ലി അറൌണ്ട് 7 അത്രയും കിലോമീറ്റർ, ഇറ്റ് ഇസ് അറൌണ്ട് 60 to 80 മില്യൺ ഇയേഴ്സ് ഓൾഡ്. അപ്പം നമ്മൾ മഡഗാസ്കറിൽ നിന്ന് വിട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് മെയിൻലാൻഡിൽ ഏഷ്യയിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഗോവ ഗ്യാപ്പ് ഇവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതില് ഈ ചിത്രത്തില് പശ്ചിമഘട്ടത്തിന്റെ ഒരു എലിവേഷണൽ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. 1500 മീറ്റർ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അഗസ്ത്യമല എടുക്കുകയാണെങ്കിൽ അഗസ്ത്യമല റഫ്ലി അറൌണ്ട് 2000.
കാര്യം നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഈവൻ PSCയിലും അല്ല കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടി എന്ന് വെച്ചാൽ എല്ലായിടത്തും അതിന് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ള അഗസ്ത്യമലയാണ്. പക്ഷെ രണ്ടാമത്തെ പോയിട്ട് 10ാമത്തെ പോലും ആവില്ല. കാരണം അതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് മലനിരകളുണ്ട്. ഇപ്പം അഗസ്ത്യമല പ്രദേശമല്ലാതെ ബാക്കിയുള്ള നീലഗിരി ആണെങ്കിലും അല്ലെങ്കിൽ എരവികുളത്ത് തന്നെ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന 3-4 മലനിരകളുണ്ട്. മീശപ്പള്ളി മലയുണ്ട്. അതിനൊക്കെ ശേഷം വരുള്ളൂ. കമ്മിങ് ബാക്ക് ടു ദിസ്, അത് കഴിഞ്ഞ് ഒരു ചെങ്കോട്ട പാസ്, ഹൈവേ വേസ്, പിന്നെ ആനമലയിൽ നോക്കുകയാണെങ്കിൽ 2500, നമ്മുടെ 2695 വരുന്ന ആനമുടി. ഓരോ ഉയരങ്ങൾ ആ എലിവേഷണൽ പ്രൊഫൈലാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഓരോ പീക്കുകളും അല്ലെങ്കിൽ ഓരോ ടിപ്പ് പോയിന്റ്സും ഒരു സ്കൈ ഐലൻഡ് അല്ലെങ്കിൽ ഷോല ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ ആകാശ ദ്വീപുകളായിട്ടുള്ള മറ്റ് ഹാബിറ്റാറ്റ്സുമായിട്ട് ഒരു വ്യത്യസ്തമായി മാറി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം നമ്മള് പശ്ചിമഘട്ടത്തിന്റെ പരിണാമത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് ഏതാണ്ട് 150 to 90 മില്യൺ ഇയേഴ്സ് അഗോ ഇടയിലാണ് പശ്ചിമഘട്ടം ഉണ്ടായിട്ടുള്ളത്. മഡഗാസ്കറിൽ നിന്ന് വിട്ട് ഏഷ്യൻ ലാൻഡിലേക്ക് പോരുന്നതിനിടയിൽ, അതായത് ട്രോപ്പിക്കൽ റീജിയൻ, ഇക്വറ്റോറിയൽ റീജിയനിൽ എത്തുന്ന ഏതാണ്ട് ആ സമയത്തൊക്കെയാണെന്നാണ് പല പഠനങ്ങൾ പലതരത്തിൽ പറയുന്നത്. പക്ഷെ ഇതിപ്പം റീസെന്റ് 2017 വന്നൊരു പഠനമാണ്. അഗൈൻ സുഹൃത്ത് സൂര്യയാണ് എന്നെ ഈ ഒരു പഠനം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പൊ ഈ ലിറ്ററേച്ചറുകൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കഴിഞ്ഞ മെയിൽ ചെയ്യാൻ ഞാനിതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയ ഷെയർ. അപ്പൊ ഈ പഠനത്തിൽ പ്രത്യേകിച്ച് ഈ പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാല്, ഈ പശ്ചിമഘട്ടം ഉണ്ടാകുന്നതിനും ഒരുപാട് മുന്നേ, ഏതാണ്ട് 500 to 800 മില്യൺ ഇയേഴ്സ് അഗോ, 500 to 800 മില്യൺ ഇയേഴ്സ് അഗോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ മെറ്റീരിയൽ ഉൽക്കയോ എന്തോ നമ്മുടെ ഈ ഇതില് ഈ ചിത്രത്തില് നീൽഗിരി മാസീവ് എന്ന് പറയുന്ന ആ റൗണ്ട് പ്രദേശം, ആ ഭാഗത്ത് വന്ന് പതിക്കുകയും അതിന്റെ എഫക്റ്റ് ആയിട്ട് നീസും ചാർണൊക്കെ ആയിട്ടുള്ള അടിയിൽ നിന്നുള്ള എർത്ത് മുകളിലേക്ക് വന്ന് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ആനമലൈ, നീലഗിരി മാസീവ്, പാലക്കാട് ഗ്യാപ്പ് റീജിയൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് ശേഷം ഈ മഡഗാസ്കറിൽ നിന്ന് പോകുന്ന ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഷീറ്റ് ടെക്ടോണിക് മൂവ്മെന്റ്സ് ഒക്കെ കാരണം വെസ്റ്റേൺ ഗട്ട്സ് പതിയെ പൊങ്ങി വന്നപ്പോൾ ഈ പ്രദേശങ്ങൾ ഇത്രയും ഉയരം ഉണ്ടാവാനുള്ള കാരണം നമ്മൾ തൊട്ട് മുന്നത്തെ ചിത്രം നോക്കാം. വെസ്റ്റേൺ ഗട്ട്സ് മൊത്തം എടുത്താലും അതിലേറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നത് ഈ പ്രദേശങ്ങളാണ്. ബേസിക്കലി ആനമലൈസ്, നീലഗിരീസ്, ഈ 2 മൗണ്ടൻസ് ആണ് ആ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങൾ. അപ്പൊ അതിന് ഒരു കാരണമായിട്ട് പറയുന്ന ഈ ഒരു കാവേരി ക്രേറ്റർ, ആ ഭാഗത്തുണ്ടായ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ മെറ്റീരിയൽ കൊളിഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുഞ്ഞു ജീവിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് അവരുടെ ഒരു പരിണാമത്തെ കുറിച്ചും കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ എന്നുണ്ട്. നമുക്ക് ഇത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയും. ഭൂമിയുടെ എന്താ പറയാ ഹിസ്റ്ററിയാണ് ഓരോ സമയത്ത് ഓരോ ജീവികൾ ഉണ്ടായതും നമ്മളുടെ ഫോസിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഫോസിൽ പഠനങ്ങൾ വെച്ചിട്ട്. അപ്പൊ ഇതിൽ ഏതാണ്ട് 350 മുതൽ 400 ദശലക്ഷം വർഷം മുന്നെയാണ്, അപ്പർ ഡിവോണിയൻ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഉഭയജീവികൾ പരിണമിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 320 360 ഇടയിലാണ് കാർബോണിഫറസ് പീരീഡിലാണ് ഉരകങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഉഭയജീവികളുടെ പരിണാമത്തെ കുറിച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കടലിലുണ്ടായിരുന്ന ഈ ലോബ് ഫിൻ ഫിഷസ്, ലങ് ഫിഷസ് എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങൾ പതിയെ കടലിൽ നിന്ന് കരയിലുള്ള ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വന്നു. ഈ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വന്നു. അപ്പൊ അത് ഇതിനിടയിലുള്ള ഒരുപാട് ഫോസിൽ എവിഡൻസസ് ഉണ്ട്. അക്കാന്തോസ്തിക, ഇക്തിയോസ്തിക, തിക്താലിക് എന്നൊക്കെ പേരുള്ളത്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ കരയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വന്ന ലങ് ഫിഷസ് ഈ നമ്മുടെ ഫ്രഷ് വാട്ടർ സ്വാമ്പുകളിൽ ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 300-400 ദശലക്ഷം വർഷം മുന്നേ ഫ്രഷ് വാട്ടർ സ്വാംസ് വാസ് ഡിവോയ്ഡ് ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു. സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ വന്നു. അങ്ങനെ ഇരിക്കെ ചില മത്സ്യങ്ങൾ, ഈ ലോബ് ഫിൻ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ലങ് ഫിഷുകൾ, അവരുടെ ലോബ് ലൈക്ക് ഫിൻസ് കൈകാലുകളായിട്ട് പരിണമിച്ച് കരയിലേക്ക് കയറുകയാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഏറ്റവും വലത്തെ അറ്റത്തുള്ള, അതായത് പല്ലികളുടെ പോലെ ഇരിക്കുന്ന കൈയും കാലും വാലും ഒക്കെയുള്ള ഉഭയജീവികളാണ് ആദ്യം ഉണ്ടാവുന്നത്.
അപ്പൊ ഇങ്ങനെ കരയിലേക്ക് കയറിയപ്പോഴും നമുക്കറിയാം കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ജീവികൾ എന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും അവരുടെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. മുട്ടയ്ക്ക് ഒരു ആവരണമല്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ടയിടാനായിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് വരണം. ഈ മുട്ട പുറത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഡ്രൈ ചെയ്ത് ഡെസിക്കേറ്റ് ചെയ്ത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പം ഈ ഉഭയജീവികളുടെ ജീവിതം പലപ്പോഴും ഇത്തരത്തിലുള്ള ശുദ്ധജല സ്രോതസ്സുകളുടെ വിസിനിറ്റിയിൽ അല്ലെങ്കിൽ അതിനോട് ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഈ പറഞ്ഞ കാർബോണിഫറസ് പീരീഡ് ആയപ്പോഴേക്കും ഒരു വിഭാഗം ജീവികൾ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയി. ഈ മുട്ടയ്ക്ക് ഒരു ആവരണം പരിണമിക്കും, ശരീരത്തിൽ ശൽക്കങ്ങൾ ഉണ്ടാവും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഉണ്ടാവും. അപ്പൊ എന്താ, ഇവർക്ക് ശുദ്ധജലത്തിനോട് ചേർന്നിരിക്കേണ്ട, അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകാം അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറി പോകാനും സാധിക്കും. സ്വാഭാവികമായിട്ട് അവർ ഡിസ്പോസ് ചെയ്യാൻ തുടങ്ങി, അതിനോട് ചേർന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്രഹങ്ങൾ ഭൂമി അടക്കുവാടുന്ന ഒരു അവസരം ഉണ്ടായി, ഡിനോസേഴ്സ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വന്നു. ഉഭയജീവികൾ ദേ ഷ്രങ്ക് ഇൻ സൈസ്, അവർ ചെറുതാവുകയും നമ്മുടെ ഭൂമിയിലുള്ള വളരെ പലതരത്തിലുള്ള മൈക്രോ ഹാബിറ്റാറ്റിലേക്കും മൈക്രോ ക്ലൈമറ്റിലേക്കും, അതായത് സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലേക്കും സൂക്ഷ്മ കാലാവസ്ഥകളിലേക്കും അഡാപ്റ്റ് ചെയ്ത് അത്തരത്തിൽ അവർ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ മരത്തിന്റെ മീതെ, മരത്തിന്റെ നടുക്ക് അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തില്, അതിലുള്ള എപ്പിഫൈറ്റ്സില് അല്ലെങ്കിൽ മരത്തിന്റെ വേരില്, മണ്ണിനടിയിൽ, ഇത്തരത്തിൽ പല പല ആവാസങ്ങൾ, പല കാലാവസ്ഥകളാണ്. അങ്ങനെ പല കാലാവസ്ഥകളിലേക്ക്, പല ആവാസ വ്യവസ്ഥകളിലേക്ക് ഇവർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഇടത്തെ ഭാഗത്തെ ചിത്രത്തില് പല ഫോസൽ എവിഡൻസ് വെച്ചിട്ടുള്ള കറന്റ് ഒരു ലിനേജ്, ഒരു ടൈം ലൈൻ വരച്ചു എന്ന് പറഞ്ഞു. ഇന്ന് 3 വിഭാഗത്തിലായിട്ട് ഉപജീവികളാണെന്ന് നമ്മൾ വിശേഷിക്കുന്നത്. ക്ലാസ് ആംഫിബിയയില് ഓർഡർ അന്യൂറ, ഓർഡർ ജിംനോഫാന, ഓർഡർ കൊഡേക്ക. അന്യൂറ വിത്തൗട്ട് എ ടെയിൽ, യൂറ മീൻസ് ടെയിൽ, വിത്തൗട്ട് എ ടെയിൽ, കൈകാലുകളുള്ള വാലില്ലാത്ത ചാടുന്ന, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന തവളകളും ചെറുത്തവളകളും അടങ്ങുന്ന വിഭാഗം. പല്ലികളെ പോലെ ഇരിക്കുന്ന ലിസാർഡ് ലൈക്ക് ആംഫിബിയൻസ്. മൂന്നാമത് ഒഫിയോണ, ജിംനോഫിയോണ, സ്നേക്ക് ലൈക്ക്, പാമ്പുകളെ പോലെ ഇരിക്കുന്ന കൈകാലുകളില്ലാത്ത ഉഭയജീവികൾ. ഇത്തരത്തിൽ അങ്ങനെ അവരുടെ പല സൂക്ഷ്മ ആവാസ വ്യവസ്ഥകളിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ടായി. നമ്മുടെ വനപ്രദേശത്ത് പോയി നമ്മുടെ ഒരു കാട്ടിൽ കയറിയാലും നമ്മളൊരു എവർഗ്രീൻ ഫോറസ്റ്റോ അതല്ലെങ്കിൽ അത്യാവശ്യം ഉള്ള സമയം എവർഗ്രീൻ ഫോറസ്റ്റോ ഒക്കെ കയറിയാലും ഇവിടുത്തെ പല മൈക്രോ ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ പല നീഷിലും പല ടെമ്പറേച്ചർ പാരാമീറ്റേഴ്സ്. ഇതിപ്പോ ഞാൻ ടെമ്പറേച്ചർ മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ യു ക്യാൻ സി ഇതിപ്പോ വയനാട് ഉള്ള ഒരു ഫോറസ്റ്റിലെ നോർമൽ കണ്ടീഷൻസ് ആണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡേ ടൈമിൽ ഇത് രാത്രിയിൽ വേറെ ആയിരിക്കും, അതല്ല ഇനി വിന്ററിൽ വേറെ ആയിരിക്കും, മോൺസൂണിൽ വേറെ ആയിരിക്കും. അപ്പൊ ഇറ്റ്സ് എ നാരോ സ്പേസ് വിത്ത് സ്പെഷ്യലൈസ് ക്യാരക്ടറിസ്റ്റിക്, ബേസിക്കലി വാട്ട് മൈക്രോ ഹാബിറ്ററ്റ് എന്നാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം ഉഭയജീവികളെ കുറിച്ച് പറയുമ്പോൾ ലോകത്ത് ഇന്ന് 8989 മാജിക് നമ്പറാണ്, സ്പീഷീസുകളാണ് ഉള്ളത്. ഇതൊരു 2 ആഴ്ച മുമ്പെടുത്ത നമ്പറാണ്. ഐ ഡോണ്ട് നോ വെദർ എനി ന്യൂ സ്പീഷീസ് വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ലാസ്റ്റ് 2 weeks. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 3 വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞു, ജിംനോഫാന, അന്യൂറ, കൊഡേറ്റ. ഈ 3 വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്, നമുക്കറിയുന്ന തവളകളും ചെറുത്തവളമാണ്. രണ്ടാമത് ഉള്ളത് സാലമാൻഡറുകൾ, പല്ലികളെ പോലെ ഇരിക്കുന്ന ഉഭയജീവികൾ, സാലമാൻഡേഴ്സ് ആൻഡ് ന്യൂട്സ് എന്ന് പറയും. മൂന്നാമതാണ് സിസീലിയൻസ്. ഇതിൽ സിസീലിയൻസിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഫോസോറിയലാണ്, മണ്ണിനടിയിൽ ജീവിക്കുന്നവയാണ്, ബറോയിങ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചറിയാം, നമ്മൾ ഗ്ലോബലി എടുത്താൽ, ലോകത്തിന്റെ പല പ്രദേശങ്ങൾ എടുത്താലും ഇവര് ഉണ്ടാവുന്ന പ്രദേശത്തുള്ള മൈക്രോ ഹാബിറ്റാറ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്. വിച്ച് ഓൾസോ ഡയറക്ട്ലി കോറിലേറ്റ്സ് ടു ദെയർ ലെസർ ഡൈവേഴ്സിറ്റി കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്സ്. അപ്പം ഈ ഇത്തരത്തിൽ 3 വിഭാഗങ്ങളും ഈ 3 ഓർഡറുകളും നമ്മൾ ഒരു വേൾഡ് മാപ്പിൽ വെച്ചാൽ തന്നെ അന്യൂറ അല്ലെങ്കിൽ അന്യൂറം എടുക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിലാണ് അവർ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ ലോകത്തില് ഏറ്റവും കൂടുതൽ ഉഭയജീവികൾ കാണുന്ന രാജ്യങ്ങൾ എടുത്താൽ അതിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ്. ഏതാണ്ട് 450ഓളം സ്പീഷീസുകളുണ്ട്. ഇനി സാലമാൻഡറുകളെ, ന്യൂട്ടുകളെ എടുക്കുകയാണെങ്കിൽ അവർ കൂടുതലും തണുപ്പുള്ള ടെമ്പറേറ്റ് റീജിയൻസിലാണ്. നമുക്ക് ഇന്ത്യയിൽ 2 ഇനമാണുള്ളത്. ആ 2 ഇനവും കാണുന്നത് ഹിമാലയൻ പ്രദേശങ്ങളിൽ മാത്രമാണ്. ഇനി സിസീലിയൻ എടുത്താൽ അഗൈൻ നേരത്തെ ഞാൻ പറഞ്ഞ ട്രോപ്പിക്കൽ
റീജിയൻസ് ആണ്. ഇപ്പൊ സെൻട്രൽ സൗത്ത് അമേരിക്ക, സെൻട്രൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ദെൻ വെസ്റ്റേൺ ഗാട്സ്, ഹിമാലയാസ്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതില് ഇന്ത്യയിൽ 450 സ്പീഷീസുകൾ ഉള്ളതിൽ 253 വെസ്റ്റേൺ ഗാട്സിലുണ്ട്. അതായത് ഇന്ത്യയിലുള്ളത് പകുതിയിലധികം ഉഭയജീവികൾ നമുക്ക് പശ്ചിമഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അവിടെ തന്നെ ഒളിവാകുന്നു. അതില് ഈ 253 90% അല്ലെങ്കിൽ 90%-ലധികം, എനിക്ക് തോന്നുന്നു 91% ലോകത്ത് വേറെ എവിടെയും കാണാത്ത, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവരാണ്, എൻഡമിക് ആണ്. കേരളം, ഇനി വെസ്റ്റേൺ ഗാട്സ് നിന്ന് കേരളത്തിലേക്ക് എടുത്താൽ നമുക്ക് ഏതാണ്ട് അതിൽ 200ഓളം ഇനങ്ങളുണ്ട് എന്ന് പറയാം. ഇന്നത്തെ പിക്ചറിൽ കേരളം ഒരു ഇതല്ല എങ്കിൽ കൂടി. ഇനി നമ്മൾ ഉപജീവികളിലേക്ക് ഒന്നും കൂടി കിടക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് നമുക്ക് 253 സ്പീഷീസ് ഉണ്ട്. അതില് ഏറ്റവും കൂടുതൽ ഉഭയജീവികൾ കാണുന്ന ഒരു ഫാമിലി, 253-ൽ ഏറ്റവും കൂടുതൽ ഉഭയജീവികളെ കാണുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് റാക്കോഫോറിഡയാണ്, മരത്തവള കുടുംബമാണ്. അതിനകത്ത് ഒരുപാട് ജനസുകൾ ഉണ്ട്. അപ്പൊ ഈ മരത്തവള കുടുംബത്തിൽ 72 ഇനാണുള്ളത്. 72 ഇനം. അപ്പൊ അതില് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഇടത്തെ ഭാഗത്ത് കാണുന്ന ഒരു മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും, നടുക്ക് കാണുന്നത് ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും, വലത്തെ ഭാഗത്ത് ഒരുപാട് തവളകളെ കാണുന്നത് സ്മോൾ ട്രീ ഫ്രോഗ്, റാക്കോഫോറസ് ലാറ്ററാലിസ് എന്ന് പറയും. അപ്പൊ ഇതില് ഈ വലത്തെ അറ്റത്തെ ചിത്രത്തിലും ഇടത്തെ ചിത്രത്തിലും കാണുന്നത് വെച്ചാൽ എണ ചേർന്നതിന് ശേഷം മുട്ടയിട്ട മുട്ട കൂട്ടിച്ചേർത്ത് ഒട്ടിക്കുന്നതാണ് ഇടത്തെ ചിത്രത്തിൽ കാണുന്നത് പെൺതവള. ബേസിക്കലി ചെയ്യുന്നത് എന്താ വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മീതെയാണ് ഇവര് മുട്ടയിടുക. ഇൻവേസീവ് സ്പീഷീസ് ആണ്, നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചക്കകത്താണ് ഒരു മുട്ടയിടുന്നത്. അപ്പൊ കാലൊരച്ച് ഒരു പതയുണ്ടാക്കി ആ പതയിലേക്ക് മുട്ടയിടുകയും ആ മുട്ടയുടെ മുകളിലേക്ക് ആൺതവള ബീജം റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ ഇസ് എക്സ്റ്റേണൽ. അപ്പൊ എന്നിട്ട് ഇതിന് ശേഷം ആൺതവള വിട്ടുപോയി കഴിയുമ്പോൾ പെൺതവള ഇത് ഈ ഇല കൂട്ടി ഒട്ടിച്ചു വെക്കും. ഇത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിന്റെ മീതെയാണ്. അപ്പൊ നിശ്ചിത ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞു വരുന്ന വാൽമാക്രികൾ അത് തുള്ളി നേരെ താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് വീഴുക. അതേപോലെ ഇപ്പൊ വലത്തെ ഭാഗത്തെ ചിത്രത്തില് ലാറ്ററാലിസ് എന്ന് പറയുന്ന തവളയിൽ കാണുന്നതാണ്. അപ്പൊ ഇതില് ബേസിക്കലി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, തവള കരയുന്നത് ഇണയെ ആകർഷിക്കാനും അതേസമയം സ്വജാതിയിലുള്ള മറ്റു തവളകളോട് പറയാണ് ഇതെന്റെ ടെറിട്ടറിയാണ്. അപ്പം ഇവരുടെ മുതിർന്ന തവളകളുടെ പ്രധാന എന്താ പറയാ അവരുടെ ധർമ്മം എന്ന് പറയുന്നത് നല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നാണ്. അപ്പൊ അതിന് സെലക്ഷൻ എപ്പോഴും ഫീമെയിൽസ് ആണ്. ആൺതവള ഈ സെലക്ട് ചെയ്യുന്ന ഒരു പക്ഷെ എത്ര ദിവസം കരഞ്ഞു എന്ന് നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എത്ര നേരം കരഞ്ഞു, അല്ലെങ്കിൽ എത്ര ഉച്ചത്തിൽ കരഞ്ഞു. അതൊരു ഹെൽത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആരോഗ്യവാനായിട്ടുള്ള തവള എന്നുള്ളൊരു സിഗ്നൽ ആണല്ലോ. അപ്പൊ മയിൽ പീലി വിടർത്തി ആടുന്നത് ഫീമെയിൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ, ഫീമെയിൽ പീഫൗൾസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ. ഇതില് ബേസിക്കലി ഈ ചിത്രത്തിൽ ഈ വലിയ തവളയും അതിന് തൊട്ട് മുകളിൽ ഇരിക്കുന്ന തവളയാണ് ആ ശരിക്കുമുള്ള മേറ്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ആൺതവള ഇരുന്ന് കരഞ്ഞ് കുറച്ച് ദിവസം കരഞ്ഞ് ഫീമെയിലിനെ ഇംപ്രസ് ചെയ്ത് മേറ്റ് ചെയ്ത് എംബ്രേസിങ് ചെയ്യുന്നതിന്, കെട്ടിപ്പിടിക്കുന്നതിന് ആംപ്ലക്സസ് എന്ന് പറയാം. എംബ്രേസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർ അതിനെ സ്റ്റിമുലേറ്റ്, പെൺതവള മുട്ടയിടും. ആ മുട്ടയിടുന്നതിലേക്ക് ആൺതവള ബീജം റിലീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ സമയത്തൊന്നും അവിടെ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ആദ്യം വന്ന് ഈ ആൺതവള തല്ലുകൂടി ഓടിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ എഫേർട്ട് എടുക്കാത്ത തവളകളാണ് ഈ ചുറ്റുപാടും കാണുന്നത്. അവര് സാറ്റലൈറ്റ് മെയിൽസ് എന്ന് പറയും. അവര് വന്ന് അവരുടെ കൂടി ബീജം ഈ ക്ലച്ചിൽ റിലീസ് ചെയ്ത് പോകുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഇൻ നേച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ആ ഒറ്റ സിംഗിൾ ക്ലച്ച് വിൽ ഹാവ് മാക്സിമം ജനറ്റിക് ഡൈവേഴ്സിറ്റി. അതായത് ആ ഒറ്റ മുട്ടയുടെ കൂട്ടത്തിലുള്ള മുട്ടകളിൽ മൾട്ടിപ്പിൾ മെയിൽസിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. കമ്മിങ് ബാക്ക് ടു ദിസ്, അപ്പൊ പറഞ്ഞു വന്നത് ഈ വെസ്റ്റേൺ ഗാട്സിൽ ഈ റാക്കോഫോറസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ തവള ഉള്ളത്. 72ഓളം ഇനം തവള ഉള്ളത്. അപ്പൊ ഇതെങ്ങനെ, ഞാൻ നേരത്തെ പൊതുവെ ഉഭയജീവികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. ഇണ ചേരുന്നു, മുട്ടയിടുന്നു, ആ മുട്ടയിലേക്കാണ് തവള ബീജം ഇടുന്നു, ബീജം ഇട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. അത് വെള്ളത്തിലാവാം, ഒരു ഇലയുടെ മീതെ ആവാം, മരത്തിന്റെ പൊത്തിലാവാം, അങ്ങനെ ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. ഫെർട്ടിലൈസേഷൻ ഇസ് നോട്ട് ഇന്റേണൽ. ആ എംബ്രിയോ വളർന്ന് മുട്ട വിരിഞ്ഞ് വാൽമാക്രിയായി. വാൽമാക്രി നിശ്ചിതകാലം വെള്ളത്തിൽ ജീവിക്കുന്നു. അത് കഴിഞ്ഞാൽ ആദ്യം പതിയെ പിൻകാലുകൾ വരുന്നു. പിൻകാലുകൾ വളർന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ മുൻകാലുകൾ വരുന്നു. ഇപ്പൊ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഈ ഓരോ വളർച്ചയുടെ ഘട്ടം അനുസരിച്ച് വാല് ചെറുതായി വരുന്നുണ്ട്. അപ്പൊ വാല് ശരീരത്തിനുള്ളിലേക്ക് റീസോർബ് ചെയ്യാണ്. അത് അങ്ങനെ അവസാനം കുഞ്ഞാവുന്നു. അപ്പൊ ഒരു മുതിർന്ന തവള എന്ന് പറയുന്നത് ഹൈലി കാർണിവോറസ് ആണ്. അത് ജീവനുള്ള അതിനെ വായ്ക്കകത്ത് കൊള്ളുന്ന എന്തിനേയും കഴിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ട് വരുന്നത് പാമ്പിനെ തിന്നുന്ന തവള, അപൂർവ ദൃശ്യം.
അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ അപൂർവം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രകൃതിയിൽ ഒരുപക്ഷെ ഡെയിലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തവളയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വായ്ക്കകത്ത് കൊള്ളുന്ന ജീവനുള്ള എന്തിനേയും തിന്നും. രണ്ട്, ഒരു കുഞ്ഞൻ പാമ്പിനെ ഇന്ന് തിന്നാൽ നാളെ ഈ പാമ്പ് വന്ന് ഇവരെ തിന്നില്ല. ദേ ആർ ഓൾസോ അവോയ്ഡിങ് സം സോർട്ട് ഓഫ് കോമ്പറ്റീഷൻ. അപ്പൊ ഇത്തരത്തിൽ ഒരു മുതിർന്ന തവള എന്ന് പറയുന്ന അഴയിൽ കാർണിവോറസ് ആണ്. നേരെ മറിച്ച് വാൽമാക്രികൾ എന്ന് പറയുന്നത് അത് ചിലപ്പോ എന്താ പറയുക കാർണിവോർ ആവാം, ചിലപ്പോ ഹെർബിവോർ ആവാം. പക്ഷെ ഈ വാൽമാക്രിക്ക് പ്രജനനത്തിനോ ഒന്നിനും സാധിക്കില്ലല്ലോ. അപ്പൊ അവരുടെ ധർമ്മം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താ, ഭക്ഷണം കഴിക്കുന്നു, എനർജി സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു ഹെർബിവോർ ആയിട്ടുള്ള അല്ലെങ്കിൽ കാർണിവോർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒമ്നിവോർ ആയിട്ടുള്ള ഒരു വാൽമാക്രി മെറ്റമോർഫോസൈസ് ചെയ്ത് രൂപാന്തരം പ്രാപിച്ച് മുതിർന്ന തവള ആവുമ്പോൾ പിന്നീട് ഹൈലി കാർണിവോറസ് ആണ്. അപ്പൊ ആ വായക്കകത്ത് കംപ്ലീറ്റ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അതിന് ഓറൽ അട്രോഫി എന്നാണ് പറയുക. അപ്പൊ ഈ ചേഞ്ച് സംഭവിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവർക്ക് ഈ രൂപാന്തരം പ്രാപിക്കാൻ മെറ്റമോർഫോസിന് വേണ്ട എനർജി അവർക്ക് ലഭിക്കുന്നത് വാലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ടെയിൽ മസ്കുലേച്ചർ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് ടെയിൽ മസ്കുലേച്ചറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ വാല് ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കണം. ഇതാണ് നമുക്ക് അറിയുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള ചില തവളകളുണ്ട്. ആ തവളകൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ റാക്കോഫോറിനെ നേരത്തെ പറഞ്ഞു 72 ഉണ്ട്. അതിൽ 4 ഇനങ്ങളാണ് നമുക്ക് റാക്കോഫോറസ് ജെനിസിൽ പശ്ചിമഘട്ടത്തിലുള്ളത്. ഒന്ന് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് പണ്ട് IUCN ചുവപ്പ് പട്ടിക പ്രകാരം വംശനാശഭീഷണി നേരിടുന്നു എന്നൊക്കെ കണക്കാക്കിയിരുന്നു. പക്ഷെ കുറച്ചു കാലം മുന്നേ ഉള്ള അസസ്മെന്റിൽ അത് പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല പശ്ചിമഘട്ടത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഉണ്ടെന്നും വളരെ കോമൺ ആയിട്ടുള്ളൊരു മരത്തവളയാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പച്ചിലപ്പാറൻ, ഇലിത്തേമ്പൻ എന്നൊക്കെ പല പേരുകളിൽ പറയും. പച്ചത്തവള, പറക്കും തവള എന്നൊക്കെ പറയും. പറക്കല്ല, ഗ്ലൈഡ് ചെയ്യാനാണ് സാധിക്കുക. അവരുടെ വിരലുകൾക്കിടയിലുള്ള വെബിംഗ് ഉപയോഗിച്ച് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഗ്ലൈഡ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പം മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ഇത് നമുക്ക് പശ്ചിമഘട്ടത്തിലെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങ് കന്യാകുമാരി അറ്റം ശംഭു മുതൽ പശ്ചിമഘട്ടം നേട്ടം വരെയുള്ള വനപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇവരെ കാണാൻ സാധിക്കും. പക്ഷേ മറ്റു 3 ഇനങ്ങൾ, ഇനി റാക്കോഫോറസ് സ്യൂഡോ മലബാറിക്കസ് എന്ന് പറയുന്ന ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗ്, ഇവരെ ആനമല നിരകൾ തുടങ്ങി, അതായത് നമുക്ക് നെല്ലിയാമ്പതി മുതൽ അച്ചൻകോവിൽ മലനിരകൾ, ചെങ്കോട്ട പാസ് വരെയുള്ള പ്രദേശത്ത് മാത്രമാണ് ഇവരെ കാണുന്നത്. ഇനി അടുത്ത ഒരു ഇനമുണ്ട് റാക്കോഫോറസ് കളക്കാഡൻസസ് എന്ന പേരുള്ള, കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ് എന്നാണ് കണ്ടെത്തിയ. ഇവര് അഗസ്ത്യമല മുതൽ, അതായത് ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗ് ആനമല മുതൽ ചെങ്കോട്ട വരെ ഉള്ളൂ. പക്ഷെ ഇവര് ആനമല മുതൽ, അതായത് നെല്ലിയാമ്പതി മുതൽ അങ്ങ് ശംഭു വരെയുള്ള പ്രദേശങ്ങളിൽ ഇവരെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. അതായത് ചെങ്കോട്ട പാസ് ഇവർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്യൂഡോ മലബാറിക്കസ് അല്ലെങ്കിൽ ആനമല ഗ്ലൈഡിംഗ് ഫ്രോഗ് ചെങ്കോട്ട പാസ് ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മൂന്നാമതുള്ളത് സ്മോൾ ട്രീ ഫ്രോഗ് അല്ലെങ്കിൽ റാക്കോഫോറസ് ലാറ്ററാലിസ് എന്ന് പറയും. ഈ റാക്കോഫോറസ് ലാറ്ററാലിസ് നമുക്ക് പാലക്കാട് ഗ്യാപ്പിന് മുകളിലോട്ട് നോർത്തേൺ റീജിയനിൽ, അതായത് വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ തുടങ്ങി അഗുംബെ വരെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ്. അഗുംബെ അല്ല, ഏതാണ്ട് മുതുമല പോലുള്ള, മുതുമല മുകളിലുള്ള കുറച്ച് പ്രദേശങ്ങൾ, കൂർഗ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ കാണുന്നത്. അപ്പൊ ഇത്രയും ഈ 4 ഇനത്തിൽ തന്നെ ഇവരെ കാണുന്നതിലുള്ളൊരു വ്യത്യാസമാണ്. അതേപോലെ ഇപ്പൊ നമ്മൾ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമാണ് സദേൺ വെസ്റ്റേൺ ഗാട്സ് എന്നുള്ളത്. ഞാൻ സദേൺ ഗ്രേറ്റ് വാൾ അല്ലെങ്കിൽ സദേൺ നമ്മൾ ടൈറ്റിലും വെച്ചാലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. സദേൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടം തൊട്ടാണ് ടെക്നിക്കലി സദേൺ എന്നുള്ളത്? ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് അരവല്ലി മൗണ്ടൻസിൽ പ്രശ്നം ഉണ്ടായപ്പോഴെല്ലാം ആ ഡിമാർക്കേഷനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇത് എവിടം തൊട്ട് എവിടം വരെ എന്നുള്ളതിൽ പല ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതേപോലെ സദേൺ വെസ്റ്റേൺ ഗാട്സ് പലതരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ ലഭിക്കുന്ന മഴയനുസരിച്ച് എനിക്ക് തോന്നുന്നു 2600 മില്ലിമീറ്ററിലധികം മഴ എനിക്ക് ലഭിക്കുന്ന സ്ഥലങ്ങൾ സദേൺ മുകളിലേക്ക് നോർത്തേൺ വെസ്റ്റേൺ ഗാട്സ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ 1500 മീറ്റർ അല്ലെങ്കിൽ 2000 മീതെ ഉള്ള മലനിരകളിലുള്ള പ്രദേശം. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് അഗുംബയ്ക്ക് താഴെ അല്ലെങ്കിൽ ബ്രഹ്മഗിരി ഹിൽസ് തൊട്ട് ബാബഗുഡൻ ഹിൽസ് തൊട്ട് താഴോട്ട് വരുന്ന പ്രദേശങ്ങൾ, അഗസ്ത്യമല വരെയുള്ള പ്രദേശങ്ങൾ. അതും അല്ലെങ്കിൽ പിന്നെ ചില പഠനങ്ങളിൽ പാലക്കാട് ഗ്യാപ്പിന് താഴോട്ടാണ് സദേൺ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയും കൃത്യമായിട്ട് ഇന്ന പ്രദേശം തൊട്ട് ഇന്ന പ്രദേശം വരെയാണ് സദേൺ എന്ന്
പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പം ഇതിനെല്ലാം പലതരത്തിൽ ഇപ്പൊ ചില പഠനങ്ങളിൽ ഗ്യാപ്പുകളാണ് ഈ വേർതിരിവ് എന്ന് പറയുമ്പോൾ, ചില പഠനങ്ങളിൽ മഴയാണ് എന്ന് പറയുന്നുണ്ട്, ചിലതില് മൗണ്ടൻസ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉയരം കൂടിയ കൊടുമുടികളാണ് എന്നുള്ളതും ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ നമുക്കറിയുന്ന മുട്ടയിട്ട് വാൽമാക്രിയായി വരുന്നതല്ലാതെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ചില തവളകളുണ്ട്. അവർ ഡയറക്റ്റ് ഡെവലപ്പിംഗ് ഫ്രോഗ്സ് എന്ന് പറയും. അവര് മുട്ടയിട്ട് കഴിഞ്ഞാൽ വിരിഞ്ഞു വരുന്നത് തവളക്കുഞ്ഞുങ്ങളാണ്. മറ്റുള്ള തവളകൾ പലപ്പോഴും 100 അല്ലെങ്കിൽ 100-ലധികവും, ചിലത് 2000, 4000 ഒക്കെ മുട്ടയിടുന്ന സമയത്ത് ഇവർ വളരെ കുറച്ച് മാത്രം 20, 30 അല്ലെങ്കിൽ മാക്സിമം 10, 40 ഒക്കെ മുട്ടകളാണ് ഇടുന്നത്. ഇവരുടെ മുട്ട വിരിഞ്ഞു വരുന്നത് ചെറിയ തവളക്കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, യെസ്, ഇത് ഈ ഡയറക്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു തവളയുടെ ആ തവള മുട്ടയാണ്, അതിനകത്ത് കുഞ്ഞ് വളരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഡയറക്റ്റ് ഡെവലപ്പിംഗ് ഫ്രോഗ്സ് എന്ന് പറയും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു റാക്കോഫോറിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ വെസ്റ്റേൺ കേരളത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് നമുക്ക് വരുമ്പോൾ 253 തവളകളുണ്ട്. ഈ 253-ൽ 72 റാക്കോഫോറിഡേ കുടുംബത്തിലാണ്. ഈ 72 റാക്കോഫോറിഡേ കുടുംബത്തിലുള്ളതിൽ 57 ഇനവും വരുന്നത് ഈ റാവർകെസ്റ്റസ് അല്ലെങ്കിൽ റാവർകെസ്റ്റസ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ബുഷ് ഫ്രോഗ്സിലാണ്. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഇത്ര നമ്പർ വന്നു എന്നുള്ളതിന് ഉത്തരം തന്നെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരുടെ ഈ ഡയറക്റ്റ് ഡെവലപ്പിംഗ് സ്വഭാവം കാരണം എന്താ, അവർക്ക് വെള്ളത്തിൽ ഇടണ്ട, അവർക്ക് മരത്തിന്റെ പൊത്തിലിടാം, മരത്തിന്റെ തലപ്പിലിടാം, അല്ലെങ്കിൽ ഇലയുടെ ഇടയിലിടാം, വേരുകളുടെ ഇടയിലിടാം. അപ്പൊ ഇവര് നമ്മുടെ ഓരോ മലനിരകളിലും ഓരോ ആവാസ വ്യവസ്ഥകളും സൂക്ഷ്മ ആവാസ വ്യവസ്ഥകളും ഇവര് എന്താ പറയാ ഓക്യുപ്പൈ ചെയ്തു, അല്ലെങ്കിൽ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഇടത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ളത് റാവർകെസ്റ്റസ് ലൂട്ടിയോളസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. വലത്തെ ഭാഗത്തെ ചിത്രത്തിലെ റാവർകെസ്റ്റസ് ട്രാവൻകൂറിക്കസ്. കാഴ്ചയിൽ വളരെ അധികം സാമ്യമുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള നീല റിങ്ങും മേത്തുള്ള അണ്ണാന്റെ പുറത്തുള്ള വര പോലെയുള്ള വരയും ആ പിങ്ക് നിറവും എല്ലാം വളരെയധികം സാമ്യമുണ്ട്. പക്ഷെ ഈ ഇടത്തെ ഭാഗത്ത് ആ മഞ്ഞ നമ്മുടെ ഓർണമെന്റൽ ചെടിയിലൊക്കെ അകത്ത് ഇരിക്കുന്ന തവളെ കാണുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കാസർഗോഡ് റാണിപുരം മുതൽ കൂർഗ് അല്ലെങ്കിൽ അഗുംബെ വരെയുള്ള പ്രദേശങ്ങളിലാണ്. എന്നാൽ ട്രാവൻകൂറിക്കസ് എന്ന് പറയുന്ന തവളെ കാണുന്നത് നമുക്ക് പാലക്കാട് ഗ്യാപ്പിന് താഴെ, പാലക്കാട് ഗ്യാപ്പിന് സൗത്തില് നമ്മുടെ തെക്കൻ പ്രദേശത്ത് പെരിയാർ, വാഗമൺ, മൂന്നാർ, അച്ചൻകോവിൽ ഈ ഒരു ബെൽറ്റിനാണ്. നെല്ലിയാമ്പതി പ്രദേശങ്ങളിലില്ല. മൂന്നാർ മുതൽ അച്ചൻകോവിൽ വരെയുള്ള മലനിരകളിൽ ഏതാണ്ട് 1000-ന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് കാണുന്നത്. അപ്പൊ സിസ്റ്റർ സ്പീഷീസ് ആണ്. പക്ഷെ ഒരാള് കാണുന്നത് അഗംബെ, കൂർഗ് മുതൽ റാണിപുരം വരെയുള്ള പ്രദേശങ്ങളിലും ഒരാള് പാലക്കാട് ഗ്യാപ്പിന് താഴെയുള്ള ഈ പറയുന്ന പ്രദേശത്ത് മാത്രമാണ് കാണുന്നത്. ഈ റാവർകെസ്റ്റസ് തന്നെ എടുത്താല് SP വിജയകുമാർ ആൻഡ് ടീം, വിജയകുമാർ എട്ട് ആൾ, അവരുടെ ടീം നടത്തിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ അതില് താഴത്തെ ചിത്രം ആ കറുത്ത നിറത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓരോ പീക്കുകളാണ്. നമ്മൾ നേരത്തെ കണ്ട മാപ്പിന്റെ വേറൊരു വിഭാഗമാണ്. അഗസ്ത്യമല ഒരു പീക്ക്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെങ്കോട്ട പാസ് ഉണ്ട്, കഴിഞ്ഞ മേഘമല ഒരു പീക്ക്, അത് കഴിഞ്ഞാൽ കാടമ പ്ലാറ്റു ഉണ്ട്, നമ്മുടെ ഏലമല കാടുകൾ, ഹൈ റേഞ്ചസ്, ഇടുക്കി പ്രദേശങ്ങളെല്ലാം. അത് കഴിഞ്ഞാൽ ആനമല റീജിയൻ, അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഡിപ്പുണ്ട്, പിന്നെ പറമ്പിക്കുളം, നെല്ലിയാമ്പതി പ്രദേശമുണ്ട്, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പാലക്കാട് ഗ്യാപ്പ്. അത് കഴിഞ്ഞ് എലിവാൽ മല, നമ്മുടെ മലമ്പുഴ തുടങ്ങി എലിവാൽ മല മാസിഫ്, അട്ടപ്പാടി ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് ശേഷം നീലഗിരി മലനിരകള്, അത് കഴിഞ്ഞ് ഒരു വയനാട് പ്ലാറ്റ്യൂ ഉണ്ട്. വയനാട് പ്ലാറ്റ്യൂ കഴിഞ്ഞ് വയനാട് പ്ലാറ്റ്യൂല് ഒരു ഉയർന്ന മലയാണ് ക്യാമൽ ഹംസ് മൗണ്ടൻ, കുറിച്ചേർ മല. അത് കഴിഞ്ഞു ബ്രഹ്മഗിരി വന്നു, കൂർഗ് പ്ലാറ്റ്യൂ കഴിഞ്ഞ് തടിയന്തമോൾ പീക്ക്, പുഷ്പഗിരി, കുതിരമുഖ്. ഇത്രയും ഇതുവരെയുള്ള പ്രദേശങ്ങളിലാണ് ടെക്നിക്കലി ഈ തവളകളെ എടുക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ പറഞ്ഞ 57 ഇനങ്ങൾ ഉണ്ടെന്ന്. ഈ 57 ഇനങ്ങൾ പശ്ചിമഘട്ടത്തിലുള്ളതിൽ അഗുംബയ്ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ഇനാണുള്ളത്. റാവർകെസ്റ്റസ് ഗാട്ടേ എന്ന് പറയുന്ന അമ്പോളി പ്രദേശത്ത് കാണുന്ന ഒരു ഇനാണുള്ളത്. ബാക്കിയുള്ള 56 ഇനങ്ങളും കാണുന്നത് അഗുംബയ്ക്ക് താഴേക്കുള്ള പ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ ഗോവ പാസിന് താഴേക്കുള്ള പ്രദേശങ്ങളിലാണ്. അപ്പൊ ഇതില് ഈ പഠനത്തിൽ പലപ്പോഴും പറയുന്നത് ജോഗ്രഫിയും ഗ്ലേഷ്യേഴ്സിനും പ്രസിപ്പിറ്റേഷനും അതെല്ലാത്തിനും എല്ലാം ഇതിന് കാരണമാണ്. മഴ ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിലൊരു ഈ ചിത്രത്തിൽ തന്നെ മുകളില് അവരൊരു ഫൈലോജനി കൊടുത്തിട്ടുണ്ട്. അതിൽ സൗത്ത് ക്ലേഡും ഉണ്ട്, നോർത്ത് ക്ലേഡും ഉണ്ട്.
പാലക്കാട് ഗ്യാപ്പിൽ വടക്ക് കാണുന്നവരും തെക്ക് ഭാഗത്ത് കാണുന്നവരുമായിട്ട് രണ്ട് ക്ലെയ്ഡ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം വലത്തെ ഭാഗത്തെ ചിത്രത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. നമുക്ക് വയനാട് പ്രദേശങ്ങളിൽ, അതായത് പാലക്കാട് ഗ്യാപ്പിന് മുകളിൽ റാവർകെസസ് ഗ്ലാൻഡുലോസസ് എന്ന് പറയുന്ന ഒരു ഇനാണ്. ഈ എന്റെ ഞാൻ മൗസ് സ്ക്രോൾ ചെയ്യുന്നത് ഇതിൽ കാണുന്നുണ്ടോ, സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ റാവർകെസസ് ഗ്ലാൻഡുലോസസ് എന്ന് പറയുന്നത് പച്ച നിറമാണ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പച്ചയും കാഴ്ചയിൽ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് എല്ലാം ഒരേപോലെ തോന്നുമായിരിക്കും. അപ്പൊ ഇത് പച്ച നിറത്തിൽ കാണുന്ന ഇവര് നാലും ഏതാണ്ട് ഒരേ നീഷാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതായത് വനപ്രദേശങ്ങളിൽ, മരങ്ങളുള്ള പ്രദേശങ്ങളിൽ, തണുപ്പുള്ള പ്രദേശങ്ങളിൽ, മഴയുള്ള പ്രദേശങ്ങളിൽ, ഏതാണ്ട് ഒരു 800 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ, മരങ്ങളിലെ മുകളിൽ ഏതാണ്ട് വലിയ ഉയരമുള്ള മരങ്ങളല്ല, എന്നാൽ ഒരു ആവറേജ് ഒരു മീഡിയം റേഞ്ച് ഉയരമുള്ള മരങ്ങളുടെ തലപ്പുകളിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പൊ അതില് ഈ ചിത്രത്തിലുള്ള പാലക്കാട് ഗ്യാപ്പിന് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ റാവർകെസസ് ഗ്ലാൻഡുലോസസ് എന്ന് പറയുന്ന സ്പീഷീസും, അതിൽ പാലക്കാട് ഗ്യാപ്പിന് സൗത്തിലേക്ക് നെല്ലിയാമ്പതി മുതൽ അച്ചൻകോവിൽ വരെയുള്ള പ്രദേശത്ത് റാവർകെസസ് ജയറാമി എന്ന് പറയുന്ന സ്പീഷീസും, ജയറാം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിന്റെ പേരിൽ ആദരപൂർവ്വമായിട്ടുള്ള റാവർകെസസ് ജയറാമി എന്ന് പറയുന്ന സ്പീഷീസും, എന്നാൽ ചെങ്കോട്ട പാസിന് താഴോട്ട് അഗസ്ത്യമല നിരകളിൽ റാവർകെസസ് ബോബിങ്കിരി എന്നുള്ള പേരിലുള്ള തവളയാണുള്ളത്. അപ്പൊ നേരത്തെ ഈ എന്താ പറയാ, ഇവിടെ ഈ പാസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകൾ ആണ് ബാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് റാവർകെസസ് അക്രോപെറലാഗി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അത് അഗസ്ത്യമല മുതൽ അങ്ങ് അഗുംബെ വരെ ഈ സ്പീഷീസ് എല്ലായിടത്തും കാണാം. കാരണം ഇവര് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു നിഷ് എന്ന് പറയുന്നത് ഒരു ഏതാണ്ട് എന്താ പറയാ, സമുദ്രനിരപ്പ് മുതൽ ഒരു 1000 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ വരെ, അല്ല 1200 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ വരെ കാണാം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ടിക് 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 എന്ന് പറഞ്ഞിട്ട് വളരെ ലൗഡായിട്ട് മഴക്കാലത്ത് കരയുന്ന ഒരു തവളയാണ്. പച്ച നിറത്തിലും പല നിറങ്ങളുണ്ട്. അവരുടെ പേര് അക്രോപെറലാഗി എന്നുള്ളതാണ്. അതിനർത്ഥം വേരിയേഷൻസ് എന്നാണ്. ഒരുപാട് വേരിയേഷൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ഈ അടുത്ത ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റാവർകെസസ് അനിലി ഗ്രൂപ്പ് എന്നാണ് ആ തവളകളെ വിളിക്കുന്നത്. അവര് പാലക്കാട് ഗ്യാപ്പിന് നോർത്തിലേക്ക് അനിലി എന്ന് പറയുന്ന തവളയും, അത് തന്നെ ഉയരമുള്ള മലനിരകളിലാവുമ്പോൾ പല സ്പീഷീസുകളായിട്ട് കാക്കാച്ചി, കൈകാട്ടി, സുശീലി എന്നുള്ള പേരുള്ള പല പല ഇനങ്ങളാണ്. കാഴ്ചയിൽ വളരെയധികം സമയങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിൽ പല പല സ്കൈ ഐലൻഡ്സിൽ, പല മൗണ്ടൻ ചെയിൻസിലുള്ള പല ഇനങ്ങളായിട്ട് മാറുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാട്ടിക് സാലസ് എന്ന് പറയുന്ന ജനസിൽ ഇടത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ളത് നീലഗിരി മലകളിലുള്ള ഗാട്ടിക് സാലസ് വേരിയബിളിസ് ആണ്. നേരെ മറിച്ച് വലത്തെ ഭാഗത്ത് കാഴ്ചയിൽ അതേപോലെ ഉണ്ടാവും. ഇപ്പൊ ഇത് ഈ ഇടത്തെ ഭാഗത്തുള്ള പോലെ പച്ച നിറത്തിൽ ഈ വലത്തെ ഭാഗത്തുള്ള തവളെ കാണും. പക്ഷെ കണ്ണുകളിലാണ് പ്രത്യേകത. കണ്ണുകളിൽ ശരിക്കും റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർ പോലെയുള്ള ലൈൻസ് ഉള്ള തവളയാണ് ഗാട്ടിക് സാലസ് ആസ്റ്ററോപ്സ്. ആസ്റ്റർ മീൻസ് സ്റ്റാർ, ഓപ്സ് മീൻസ് കണ്ണുകൾ. സ്റ്റാർ ഐ ഗാട്ട് ട്രീ ഫ്രോഗ് എന്ന് പറയുന്നത്. ഈ ഇനി നമ്മൾ ഒരുപക്ഷെ ഈ തവളകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫുഡ് ഫ്ലാഗിംഗ് ഫ്രോഗ്സ് അല്ലെങ്കിൽ ഡാൻസിങ് ഫ്രോഗ്സ് എന്ന് പറയും. കാട്ടരുവികളിൽ, ടൊറൻസില്, ഹിൽ സ്ട്രീംസിൽ കാണുന്ന ഇനങ്ങളാണ്. ഇപ്പൊ കരച്ചിൽ എന്ന് പറയുന്ന ഈ ചെറിയ തവളകൾ, ഒരു 3 സെന്റിമീറ്റർ ഒക്കെ വരുന്ന തവളകൾ ഈ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് കരയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എനഫ്. അതുകൊണ്ട് ദേ ഹാവ് ഓൾസോ ഇവോൾവ് ടു കമ്മ്യൂണിക്കേറ്റ് വിഷ്വലി. അപ്പൊ കല്ലുകളുടെ മീതെ കയറി ഇരുന്ന് കാലാട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതിനെയാണ് ഫുഡ് ഫ്ലാഗിംഗ് ഫ്രോഗ്സ് അല്ലെങ്കിൽ ഡാൻസിങ് ഫ്രോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തവള കുടുംബം എന്ന് പറയുന്ന മിക്രിക്സാലിഡേ എന്ന് പറയുന്ന ഫാമിലി വെസ്റ്റേൺ ഘാട്ട് എൻഡമിക് ആണ്. ലോകത്ത് ഈ ഫാമിലി വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വെസ്റ്റേൺ ഘാട്ട് എൻഡമിക് ഫാമിലീസ് എടുത്താൽ പ്രധാനമായിട്ട് 3 എണ്ണമാണ്. 1 മിക്രിക്സാലിഡേ, 2 നിക്റ്റിപെട്രാക്കിഡേ, 3 റാണിക്സാലിഡേ. ഈ 3 കുടുംബങ്ങളാണ് പറയുന്നത്. ഇനി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ നമ്മളുടെ ഗ്ലോബൽ ആംഫിബിയൻ അസസ്മെന്റ് പ്രകാരമാണ് നേച്ചറിൽ ഒരു പേപ്പർ വന്നത്. അത് പ്രകാരം ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഫാമിലികളിൽ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഈ ഏരിയയിൽ ഏറ്റവും ഭീഷണി നേരിടുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ മിക്രിക്സാലിഡേ കുടുംബത്തിലുള്ളവരാണ്. ഇതില് ഈ മിക്രിക്സാലിഡേ ഫാമിലിയിൽ മിക്രിക്സാലസ് എന്ന് പറയുന്ന ജനസിൽ നമുക്ക് 24 ഇനങ്ങളുണ്ട് പശ്ചിമഘട്ടത്തില്. ഈ 24-ൽ ബ്രാക്കറ്റിലുള്ള ഒന്നെന്ന് പറയുന്നത് മിക്രിക്സാലസ് ഉത്തരഘാട്ടി എന്ന് പറഞ്ഞ് അമ്പോളിയിൽ കാണുന്ന ഒരു ഇനം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഗോവ പാസന അല്ലെങ്കിൽ അഗുംബയ്ക്ക് താഴെയുള്ള പ്രദേശത്ത് മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ്.
അപ്പം ഈ പറയുന്ന അതിന് മുകളിലേക്കുള്ള പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് റീലുകളിലും ഇതിലും എല്ലാം ഭയങ്കര രസമുള്ള വെള്ളച്ചാട്ടങ്ങളും ലാറ്ററൈറ്റ് ഹിൽസും പച്ച ഇതും എല്ലാം കാണാം. പക്ഷെ അവരുടെ സീസണാലിറ്റി ഭീകരമാണ്. അതായത് ആ ഒരു 2 മാസം 3 മാസം അങ്ങനെ ഇരിക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവൻ അത് ഒരു ഡ്രൈ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെസേർട്ട് ലൈക്ക് കൈൻഡ് ഓഫ് ഭയങ്കര ചൂടുള്ള പ്രദേശങ്ങളാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് പ്രദേശങ്ങളുള്ള ചെങ്കൽ കുന്നുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മഴ സമയത്ത് നല്ല പച്ചപ്പും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബാരൻ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതേ സാധനം തന്നെ മഴ പെയ്യുമ്പോൾ അത് വീണ്ടും ആക്റ്റീവ് ആവും. കമ്മിങ് ബാക്ക് ടു ദിസ്, അപ്പൊ 24 സ്പീഷീസുകളുള്ളതിൽ ഒന്ന് മാത്രമാണ് നോർത്തേൺ പാർട്ടിലുള്ളത് എന്നുള്ളതാണ് വസ്തുത. നിക്റ്റിബട്ടറാക്കസ് റാത്തവളകൾ എന്ന് പറയുന്ന വിഭാഗം, ഇവരിലും ഉള്ളൊരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് 34 എണ്ണം ഉണ്ട്. അതിൽ 3 ഇനാണ് നേരത്തെ പറഞ്ഞ ഗോവ പാസിന് മുകളിൽ അല്ലെങ്കിൽ അകുമ്പയ്ക്ക് മുകളിലുള്ളത്. ബാക്കി എല്ലാം അതിന് താഴോട്ടാണ് കാണുന്നത്. ഇതിൽ വലിയൊരു ശതമാനം കേരളത്തിൽ കാണാനുണ്ട്. അതുപോലെ മറ്റൊരു ഇനാണ് റാണിക് സാലിഡേ എന്ന് പറയുന്ന വിഭാഗം. റാണിക് സാലിഡയിൽ 2 ജനുസുകളിലായിട്ട് എന്താ പറയാ ഇന്ദിരാന വാക്കറാണ്. 2 ജനുസുകളിലായിട്ട് 18 ഇനങ്ങളുണ്ട്. ഈ 18 ഇനങ്ങളിൽ 2 ഇനം മാത്രമാണ് ഗോവ പാസിന് മുകളിലേക്കുള്ളത്. ബാക്കി എല്ലാം താഴോട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവരുടെ ഒരു പ്രത്യേകത, ഇവര് നനവുള്ള, അതായത് വലിയ ഒഴുക്കല്ല, നനവുള്ള പാറയുടെ അടുത്തൊക്കെയാണ് ഇവർ മുട്ടയിടുക. മുട്ടയിട്ട് കഴിഞ്ഞാൽ വാൽമാക്രികള് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് തവളകളുടെ വാൽമാക്രികളെ അപേക്ഷിച്ച് ഈ ചെറിയ പാട പോലെയുള്ള വെള്ളത്തിലാണ് ഇവർ ജീവിക്കുക. അതായത് ഒഴുകി നീന്തി നടക്കാനുള്ള വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഈ കാലുകൾ ആദ്യം വളരും. ചിത്രത്തിൽ കാണുന്ന പോലെ ആദ്യമേ കാലുകൾ വളർന്ന് ഈ വെള്ളത്തിൽ പറ്റിപ്പിടിച്ച് അങ്ങനെ ജീവിച്ച് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ മുൻകാലുകൾ വന്ന് പാല് ചുരുങ്ങി തവളക്കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക. നമുക്ക് പശ്ചിമഘട്ടത്തിലെ തവളകളെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു തവളയാണ് തവള അല്ലെങ്കിൽ മഹാബലി തവള എന്ന് പറയുന്നത് നാസികാപട്രക്കസ് സഹിയദ്രൻസിസ്. 2003 ഇത് കണ്ടെത്തിയത് വലിയൊരു വാർത്തയായിരുന്നു. വെച്ചാല് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 80 to 90 മില്യൺ ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ കണ്ടെത്തിയ കാലഘട്ടത്തിൽ ഇപ്പൊ 60 to 90 എന്നുള്ളൊരു കണക്കും പലയിടത്തും പറയുന്നുണ്ട്. അത് ഇനി കൂടുതൽ പഠനങ്ങൾ വരുമ്പോൾ അത് ഇനിയും കുറച്ചുകൂടി മാറാനും ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇവര് അത്തരത്തിൽ എന്താ പറയാ ഇന്നത്തെ ഭാഷയിൽ വൈറലാവാൻ അല്ലെങ്കിൽ ഇവരത്രയും പോപ്പുലർ ആവാനായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ആംഫിബിയൻ മാപ്പിൽ ഇന്ത്യക്ക് വ്യക്തമായിട്ടൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളൊരു ഉഭയജീവിയാണ്. എന്തുകൊണ്ടെന്നാല് ഒന്ന്, ഇത്രയും ലോങ് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. പിന്നെ ഭൂമിയിൽ ദിനോസറുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിച്ചിരുന്നു എന്നുള്ള വസ്തുത. മറ്റൊന്ന്, ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കള് മഡഗാസ്കറിന്റെയും ഇന്ത്യയുടെ ഇടയിൽ ഏതാണ്ട് 2500-3000 കിലോമീറ്റർ കടൽ ദൂരത്തിൽ കിടക്കുന്ന സീഷൽസ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലുള്ള തവളകളുമായിട്ടാണ് ഇവർക്ക് അടുത്ത ബന്ധം. അപ്പം ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ ഉപ്പുവെള്ളം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, പിന്നെ പക്ഷികളെ പോലെ പറക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഉപ്പുവെള്ളം പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ യു ക്യാൻ ഇമാജിൻ മറ്റ് പല സസ്തനികളും ചില ഉരകങ്ങളൊക്കെ വന്ന പോലെ മനുഷ്യരുടെ കൂടെ ഇതിലൊന്നും അല്ല വന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പോസിബിൾ എക്സ്പ്ലനേഷൻ? ഇന്ത്യ വാസ് പാർട്ട് ഓഫ് ആഫ്രിക്ക അല്ലെങ്കിൽ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഗോണ്ട്വാന ലാൻഡ് എലമെന്റ് കൂടിയാണ് നാസികാപട്രക്കസ് സഹിയദ്രൻസിസ് എന്ന് പറയുന്ന പാതാള തവള അല്ലെങ്കിൽ മഹാബലി തവള എന്ന് പറയുന്ന പർപ്പിൾ ഫോൺ. അപ്പം ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 364 ദിവസം മണ്ണിനടിയിലും 1 ദിവസം മണ്ണിന്റെ വെളിയിൽ, അതും വളരെ കുറച്ചു നേരം 2-4 മണിക്കൂറുകൾ പുറത്തു വരികയും അതാണും പെണ്ണും ഒരുമിച്ച് ഇണചേർന്ന് പുറത്തു വരികയും മുട്ടയിടുകയും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ കാണുന്നത് സീസണൽ സ്ട്രീമുകളിലാണ്. വേനലിൽ വറ്റി വരളുകയും ആദ്യത്തെ മഴയ്ക്ക് പുനർജനിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇവർ മുട്ടയിടുന്നത്. അപ്പൊ അതിന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വേനലിൽ വറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ മഴയ്ക്കാണ് ഇവർ വരുന്നത്. ആദ്യത്തെ മഴയ്ക്ക് വരുമ്പോൾ ഇവർ അത്തരത്തിൽ ഒരുപാട് പ്രിഡേറ്റേഴ്സിനെ ഒഴിവാക്കുന്നുണ്ട്. കാരണം ആദ്യം മഴ വരുമ്പോഴേക്കും ഇവർ വന്ന് മുട്ടയിട്ട് പോവുകയാണ്. അപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ ഒഴിവാക്കാണ് അല്ലെങ്കിൽ പ്രിഡേഷൻ ഒഴിവാക്കും. ഇനി ഈ ചെറിയ ലെയർ വെള്ളമുള്ള സമയത്ത് ഇവർ വന്ന് ഇതിനകത്തുള്ള പൊത്തുകളിൽ മുട്ടയിട്ട് പോകും. ഈ മുട്ടയിട്ട് പോയി ഏതാണ്ട് 7 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് മുട്ട വിരിഞ്ഞ് വാൽമാക്രിയാവും. വാൽമാക്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ സക്കർ മീനുകളെ പോലെ വെള്ളത്തിൽ എന്താ പറയാ പറ്റി പിടിച്ചിരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പൊ വീണ്ടും ഈ കുത്തി ഒഴുകുന്ന വെള്ളത്തിൽ പിടിച്ചിരിക്കുകയും അത്തരത്തിലും ഇവർ പല ശത്രുക്കളെയും ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇതില് രസമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് മണ്ണിനടിയിൽ ഇരുന്നുകൊണ്ട് അതിനു മുമ്പ് ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ഥലം ഇമാജിൻ
സൈറ്റ് എ. സൈറ്റ് എയില് ഇവര് ഡേ 1 വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൈറ്റ് 10 സൈറ്റ് 20 ആ ദിവസം ആയിരിക്കില്ല വരുന്നത്. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയും ഓരോ സ്ഥലത്തും ഉള്ള ജീവികളും മീൻസ് കാലാവസ്ഥയുടെ കണ്ടീഷനും ഈ സ്ട്രീമുകളുടെ കണ്ടീഷനും അനുസരിച്ചിട്ടാണ് പുറത്തു വരിക. അന്ന് അവിടെ ലഭിക്കുന്ന മഴയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പുറത്തു വരുന്നത്. കേരളത്തിൽ മൊത്തം ആ ഒറ്റ ദിവസം അല്ല വരിക. ഓരോ സ്ഥലത്തും നമുക്ക് വരുന്ന മഴയുടെ അനുസരിച്ചിട്ടാണ്, അളവനുസരിച്ചിട്ടാണ് ഇവരും പുറത്തു വരുന്നത്, മുട്ടയിടും. അപ്പൊ ഇവര് മുട്ടയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 7 മുതൽ 10 ദിവസം എടുക്കുന്ന വാൽമാക്രിയാണ്. ഇപ്പൊ സൈറ്റ് എയിൽ ഇവർ വന്ന് മുട്ടയിട്ടു എന്ന് വിചാരിക്കാം. ആ പ്രദേശത്ത് വിത്തിൻ 7 to 10 days ഹെവി റെയിൻസ് പെയ്യും. ഈ സ്ട്രീം ഫുള്ളി ആക്റ്റീവ് ആവും. അപ്പോഴേക്കും വാൽമാക്രി വന്നിട്ടുണ്ടോ? അതിന് നേരത്തെ മഴ പെയ്താലോ മുട്ട മുഴുവൻ അടിച്ചു കുത്തി നശിച്ചു പോകും. ഇനി മഴ പെയ്തില്ലെങ്കിലോ ആ മുട്ട മുഴുവൻ ഡ്രൈ ആയി നശിച്ചു പോകും. പക്ഷെ മണ്ണിനടിയിൽ ഇരുന്നുകൊണ്ട് ഒരു തവള ഇന്നും ഇറങ്ങി മുട്ടയിടാം, അത് കഴിഞ്ഞ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഹെവി റെയിൻ പെയ്യും എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇന്നൊരു ചോദ്യത്തിനാണ്. പക്ഷെ നമ്മളത് പലതരത്തിൽ പഠനങ്ങളും പല കാര്യങ്ങളും കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും ലോങ് എവല്യൂഷണറി ഹിസ്റ്ററി ഉള്ള ഒരു തവളയ്ക്ക് ഒരു പക്ഷേ മൺസൂണിന്റെ പാറ്റേണും അവരിൽ ഇംപ്രിന്റഡ് ആവാം, അല്ലെങ്കിൽ ഈ മൺസൂണിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് അവർക്കറിയാം. അവിടെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന ചേഞ്ചസ് അവരെ കാര്യമായിട്ട് ബാധിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏതാണ്ട് അച്ചൻകോവിൽ മുതൽ ഇന്ന് ഈ വെസ്റ്റേൺ ഗാട്സിന്റെ അപ്പുറത്തെ സ്ലോപ്പിലുള്ള, അതായത് റെയിൻ ഷാഡോ ഏരിയയിലുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് ഇവരെ കണ്ടെത്തുകയും അതിനെ നാസികോട്രക്കസ് ഭൂപതി എന്ന് ഒരു 4-5 വർഷം മുമ്പ് കണ്ടെത്തുകയും ചെയ്യുന്നത് അത് ജനിതകപരമായിട്ടുള്ള വ്യത്യാസമാണ്. കാഴ്ചയിൽ ഒരു വ്യത്യാസമല്ല, കാഴ്ചയിൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലയിടത്തും ഉണ്ട്. എന്നിരുന്നാലും പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ അച്ചൻകോവിൽ മുതൽ ഏതാണ്ട് നമ്മുടെ ഇടവണ്ണ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ കാണുന്നത്. എന്നാൽ വയനാട് പ്ലാറ്റൂവിലേക്കാണെങ്കിൽ ഇവരെ കാണുന്നില്ല. അപ്പൊ നമ്മളിത് പലതരത്തിലുള്ള പഠനങ്ങൾ പല സ്ഥലങ്ങളിൽ ഇവരെ സർവേ ചെയ്തൊക്കെ ചെയ്യുമ്പോഴും ഇവരിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പൊ ജനറലി നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അകുമ്പെ മുതൽ ബാക്കിയുള്ള തവളകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരാം. പക്ഷെ ഇവര് ദേ ഓൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദിസ് ഏരിയ. ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് യെസ്, പ്രസിപ്പിറ്റേഷൻ ഒരു കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവര് ഫോസോറിയൽ ആയിട്ടുള്ള ജീവികളാണ്. ഈ പറയുന്ന ഇവരെ കണ്ടുവരുന്നു അല്ലെങ്കിൽ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്ന സ്ഥലം മുതൽ മുകളിലേക്ക് കൂടുതലും ലാറ്ററൈറ്റിക് ആയിട്ടുള്ള സോയിലാണ്. അല്ലെങ്കിൽ വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലേയി ആയിട്ടുള്ള സോയിലാണ്. അപ്പൊ ഇത് രണ്ടും പലപ്പോഴും ഈ ഫോസോറിയൽ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലായതുകൊണ്ടാവാം അവിടെ ഇല്ലാതായതും. കൂടുതൽ പഠനങ്ങൾ വേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനി നമ്മള് ഈ ഗ്യാപ്പിന്റെ താഴേക്കുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോഴും ഇനി ചില സ്ഥലങ്ങളിൽ മാത്രം യൂണീക്ക് ആയിട്ടുള്ള സ്പീഷീസുകളെയും കണ്ടുവരുന്നുണ്ട്. ഇപ്പം പാലക്കാട് ഗ്യാപ്പിന് നോർത്തിൽ മാത്രം കണ്ടുവരുന്നൊരു ജീനസ് ആണ് ഗാട്ടോഫ്രൈന എന്നായിരുന്നു പേര്. ഗാട്ടോഫ്രൈന, ഫ്രൈന മീൻസ് ടോഡ്, ഗാട്ടിൽ കാണുന്ന ഫ്രൈന. പക്ഷെ റീസെന്റ് ടാക്സോണമിക് ചേഞ്ചിൽ അത് ബ്ലൈറ എന്നൊരു മാറിയിട്ടുണ്ട്. 2 ഇനങ്ങളാണ് കാണുന്നത്. ഒന്ന് ബ്ലൈറ റുബിജിന എന്ന് പറയുന്ന ഇനവും 2 ബ്ലൈറ ഓർണേറ്റ എന്ന് പറയുന്ന ഇനവും. അതില് നമ്മള് മൗണ്ടൻ റേഞ്ചസ് കണ്ടപ്പോ കണ്ടിരുന്നു ഈ എലിവാൽ മല, സൈലന്റ് വാലി, നീലഗിരി ഹിൽസിൽ എല്ലാം ബ്ലൈന റുബിജിനെയും വയനാടിന്ന് അപ്പുറത്തെ റിഡ്ജ് തൊട്ട് കാണുന്നതെല്ലാം ബ്ലൈറ ഓർണേറ്റ എന്ന് പറയുന്ന സ്പീഷീസ് ആയിട്ടും കണ്ടുവരുന്നുണ്ട്. ഇനി വളരെ പോയിന്റ് നമുക്ക് കേട്ടപ്പം വയനാട്ടിലെ കുറിച്ചർ മലയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഇനാണ് ആസ്ട്രോബട്രാക്കസ് കുറിച്യാന എന്ന് പറയുന്ന സ്പീഷീസ്. ആളെ ഇതുവരെ ഇതിനെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വയനാട്ടിലെ ആ കുറിച്ചർ മലയും അതിനോട് ചേർന്നുള്ള കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു ഇനാണ് മിസ്റ്റിസെലസ് ഫ്രാങ്കി എന്നുള്ളത്. വയനാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. വയനാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ റീസെന്റ് ഇയേഴ്സിൽ അതിനെ നെല്ലിയാമ്പതിയിൽ നിന്നും കണ്ടെത്തണ്ടായി. അപ്പൊ അത് ലൈക്ക് വിച്ച് മീൻസ് ദാറ്റ് സ്പീഷീസ് ഓൾസോ ഹാസ് പാൽഗാഡ് ഗ്യാപ്പ് എന്നുള്ളത്. ഉരകങ്ങളിലേക്ക് വരുമ്പോൾ ഇതേപോലെ മൗണ്ടൻ എൻഡമിക്സ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ആനമലയില് ഏതാണ്ട് 1500 മീറ്ററിന് മുകളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ 1800 മീറ്ററിന് മുകളിൽ, 1800 മീറ്ററിന് മുകളിൽ മാത്രം കാണുന്ന മൂന്നാർ പ്ലാറ്റ്യൂവില് എരവികുളം ആ പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഇനാണ് ആനമലൈ സ്പൈനി ലിസാർഡ്, സാലിയ ആനമലേന എന്ന് പേരുള്ളത്. ഇവരുടെ തന്നെ സിസ്റ്റർ സ്പീഷീസ് ആയിട്ടുള്ള നമ്മുടെ നീലഗിരി മൗണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ നീലഗിരിയിൽ മാത്രം കാണുന്ന ഒരു ഇനാണ് സാലിയ ഹോസ്ഫിൽഡി എന്ന് പറയുന്ന ഹോസ്ഫിൽ സ്പൈനി ലിസാർഡ് ഓർ നീലഗിരി സ്പൈനി ലിസാർഡ് എന്ന് പറയുന്ന സ്പീഷീസ്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആനമല ഈ 2000 അല്ലെങ്കിൽ 1800 മീറ്റർ മുകളിലുള്ള ഈ 2 പ്രദേശത്തെ മലനിരകളിൽ മാത്രമേ ഉള്ളൂ. അത് ഈ നീലഗിരിയിലുള്ളത് വയനാട് ചേമ്പ്രമല വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് നോർത്തിലേക്ക് എവിടെയും കണ്ടിട്ടില്ല.
ഈ ആനമലയിലുള്ളതിനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൂന്നാർ മലനിരകളിൽ മേഘമലയുടെ ടോപ്പ് ഏരിയാസിൽ, അച്ചൻകോവിലിന്റെ ടോപ്പ് ഏരിയാസിൽ ഇത്രയും പ്രദേശങ്ങളിലാണ് ഈ ആനമല സാലീനെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പോയിന്റ് എൻഡമിക് എന്ന് പറയുന്നതാണ് കെലോട്ടിസ് അറണ്ടോലേബിയം എന്ന് പറയുന്ന സ്പീഷീസ്. നമ്മൾ ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് അല്ല, എല്ലാ ജീവികളും എടുക്കുകയാണെങ്കിലും ബട്ട് സ്പെസിഫിക്കലി ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് ഹൈലി റിച്ച് ആയിട്ടുള്ള, ഹൈലി യൂണിക് ആയിട്ടുള്ള, ഹൈലി എൻഡമിക് ആയിട്ടുള്ള, ഇപ്പൊ ഈവൻ റാവർക്കസസ് ആവട്ടെ അല്ലെങ്കിൽ നിക്റ്റിപെട്രാക്കസ് ആവട്ടെ, എല്ലാം എടുത്താലും ഏറ്റവും കൂടുതൽ ഒരു സ്പീഷീസ് കമ്പോസിഷനിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഈ വിത്തിൻ ദോസ് ജീനസസ് കാണുന്ന ഒരു സ്ഥലമാണ് അഗസ്ത്യമല. അത് പല സാധനങ്ങൾക്കും ശ്രീലങ്കൻ അഫിനിറ്റി ഉണ്ടെന്നാണ്. ഈ അഗസ്ത്യമലയില് മാത്രം കാണുന്ന, വേറെ എവിടെയും ഇല്ലാത്ത അഗസ്ത്യമല നിരകളിൽ നമുക്കൊരു ഇന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയ സെൻസ് പറയുകയാണെങ്കിൽ നെയ്യാർ, പേപ്പാറ, ചെന്തുണി വന്യജീവി സങ്കേതങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഇനാണ് മൈക്രോഓറസ് ഒറണ്ടോലേബിയം. മൈക്രോഓറസ് എന്ന് പറയുന്ന ജീനസിൽ മൈക്രോഓറസ്, ചെറിയ ചെവി, മൈക്രോഓറസ് എന്നർത്ഥമുണ്ട്. ഒറണ്ടോലേബിയം, ഓറഞ്ച് ലിപ് ലിസാർഡ് എന്ന് പറയുന്ന സ്പീഷീസ്. ഇത് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഈ ഇനം നമ്മുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലും നെയ്യാറിലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ലൈക്ക് റെപ്റ്റൈൽ ആസ് എ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. മറ്റിടങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മള് പലപ്പോഴും ജനിതകമായിട്ടുള്ള പഠനങ്ങൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ സിസ്റ്റർ സ്പീഷീസ് ആണ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സാലിയ നീലഗിരിയിലുണ്ട്, ആനമലയിലുണ്ട്, 2 മലകളിലുണ്ട്. അപ്പൊ ഹില്ലി കസൻസ് എന്നുള്ളൊരു കൺസെപ്റ്റില് അഹത്തുള്ള ഡിസ്പാർ എന്ന് പറയുന്ന ഗുന്തേഴ്സ് വൈൻ സ്നേക്ക്, പെറോട്സ് വൈൻ സ്നേക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രോൺ ഷെഡ് വൈൻ സ്നേക്ക് എന്ന് പറയുന്ന അഹത്തുള്ള പെറോട്ടിറ്റി, ഇത് രണ്ടും സിസ്റ്റർ ആണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ മോർഫോളജി വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ കുക്രിയിൽ ഒലിഗോഡോൺ ട്രാവൻകൂറിക്കസും ഒലിഗോഡോൺ വെനസ്റ്റസും, അതായത് വെനസ്റ്റസ് നീലഗിരി മലനിരകളിലും ട്രാവൻകൂറിക്കസ് ആനമല നിരകളിലും അല്ലെങ്കിൽ അവിടുന്ന് താഴോട്ടാണ് കാണുന്നത്. ട്രൈമറസറസ് അല്ലെങ്കിൽ ക്രാസ്പോഡോസെഫലസ് മാക്രോലെത്തസ് എന്ന് പറയുന്ന ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ, വലത്തെ ഭാഗത്ത് വരുന്നത് ക്രാസ്പോഡോസെഫലസ് അല്ലെങ്കിൽ ട്രൈമറസറസ് സ്ട്രഗേറ്റസ് എന്ന് പറയുന്ന ഹോഴ്സ് ഷൂ പിറ്റ് വൈപ്പർ. അതുപോലെ തന്നെ നമ്മുടെ ടീം തന്നെ കണ്ടെത്തിയതിനാണ് സൈലോഫിസ് മൊസൈക്കസും നീലഗിരീസിൽ കാണുന്ന സൈലോഫിസ് പെറോട്ടിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സബ്ജക്റ്റഡ് ടു ജനറ്റിക് സ്റ്റഡീസ്. ഈ ആദ്യത്തെ 3 ഇനവും കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്നു, മോർഫോളജിയിൽ സമാനമായിട്ട് ഇരിക്കുന്നു എങ്കിലും ജനിതകപരമായിട്ട് ഇവർ അടുത്ത സ്പീഷീസുകളല്ല എന്നുള്ളതാണ് ജനിതക പഠനങ്ങൾ പറഞ്ഞത്. അപ്പൊ രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് ഏറ്റവും താഴെയുള്ള സൈലോഫിസ് എന്ന് പറയുന്ന സ്പീഷീസ് ജനറ്റിക്കലി ദേ ആർ റിലേറ്റഡ്. അപ്പൊ അതിന് ഉദാഹരണം പറയുന്നത് 2021 എനിക്കൊന്ന് ഈസാറും ടോക്കിലുണ്ട്, നമ്മളുടെ ദീപക്, സൂര്യ, രാജ്കുമാർ, ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും കൂടി കണ്ടെത്തി വന്നതാണ് രേഖകളത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അപ്പം ഇതിലെ ചിത്രത്തിൽ താഴെ നമുക്ക് നോക്കിയാൽ ആനമല മാസഫ്, ആനമല മൗണ്ടൻസ് അങ്ങനെ നിൽക്കുന്നുണ്ട്, നീലഗിരി മൗണ്ടൻസ് അതിന്റെ ഇടയിൽ പാലക്കാട് ഗ്യാപ്പ്. ഇതില് ഏതാണ്ട് 1800 മീറ്ററിന് മുകളിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സ്പീഷീസ് ആണ് സൈലോഫിസ് പെറോട്ടിറ്റി. സ്വാഭാവികമായിട്ട് ഈ മലയെന്ന് ഇതിനെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും അവിടെ നിന്ന് ഇത്രയും സ്കൈ ഐലൻഡ് ക്രോസ് ചെയ്ത് വരാനുള്ള സാധ്യതയില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ജനിതകമായിട്ടും മോർഫോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഇസ് ഡിഫറെന്റ് എന്ന് മനസ്സിലായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം 2025 നമ്മളുടെ വേറൊരു ഇനം പബ്ലിഷ് ചെയ്തിരുന്നു, സൈലോഫിസ് ചെങ്കറുപ്പൻ എന്ന് പറഞ്ഞു. സിമിലർ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് വയനാട് നിലനിന്ന്, ഒബിയസ്ലി ഇത് നീലഗിരിയിലും ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോ മാത്രം വന്നിരുന്നു എന്നുള്ളതല്ലാണ്ട്. അപ്പൊ നീലഗിരിയിൽ നിന്ന് സമാനമായിട്ടുള്ള സൈലോഫിസ് എന്ന് പറയുന്ന ജീനസിലുള്ള സ്പീഷീസ് ആണ് സൈലോഫിസ് ചെങ്കറുപ്പൻ എന്ന് നമ്മൾ പേരുള്ള, ചുവപ്പും കറുപ്പും ഉള്ളതുകൊണ്ട് മലയാളത്തിൽ പേര് നൽകിയത്. അപ്പം ഇതൊക്കെയാണ് ജനറലി നമുക്ക് അറിഞ്ഞു വന്നിരുന്ന ഒരു കാര്യം. സോ ഐ വുഡ് ലൈക്ക് ടു എൻഡ് ദിസ് അറ്റ് ദിസ് പർട്ടിക്കുലർ സ്പീഷീസ്. അപ്പൊ നമ്മള് പലപ്പോഴും നേരത്തെ ചർച്ച പഠിച്ച സാധനങ്ങളിൽ കൂടുതലും മൈറ്റോകോൺട്രിയൽ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ മോർഫോളജിക്കൽ എവിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. വളരെ അടുത്ത കാലത്ത് 2025 തന്നെ നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ചൈതന്യയുടെ ഒരു പഠനം വരെ ഉണ്ടായി. ഡ്രാക്കോ എന്ന് പറയുന്ന പാറയൊന്ത്, പറക്കുമോന്ത്, പറയോന്ത് എന്നൊക്കെ ഉള്ള പേരിലുള്ള ഫ്ലൈയിങ് ലിസാർഡ്. ഫ്ലൈയിങ് അല്ല, ചിത്രത്തിൽ കാണുന്ന പോലെ മുൻകാലുകളുടെയും പിൻകാലുകളുടെയും ഇടയിൽ അവർക്കൊരു പെറ്റാജിയം അല്ലെങ്കിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ഈ ഫ്ലാപ്പ് അവർ വിരിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഗ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത്യാവശ്യം വനപ്രദേശങ്ങളിലൊക്കെ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നത്. ഒരു പരിധി വരെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന വെൽ വുഡഡ് ഏരിയാസിലും ഒക്കെ കാണാം. അപ്പം KFRAയിൽ കാര്യം ഫോറസ്റ്റ് ആയിട്ട് ഡയറക്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ധാരാളം ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട് ഫുട് ഹിൽസിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീടിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഇതിനെ ധാരാളം കാണാൻ സാധിക്കും. അപ്പൊ ഈ ചൈതന്യ ടീം, ചൈതന്യ എട്ടോൾ അവരുടെ സ്റ്റഡിയിൽ അവരെന്ത് ചെയ്തു വെച്ചാല്
ആദ്യം ഇതിനെ പശ്ചിമഘട്ടത്തിലുള്ള എല്ലാ പ്രദേശങ്ങളും തന്നെ സാമ്പിൾ ചെയ്തു. അതേപോലെ തന്നെ ഈസ്റ്റേൺ ഗാട്സ് റെക്കോർഡ് ഉണ്ട്, അവിടെയും സാമ്പിൾ ചെയ്തു. മൈറ്റോകോൺട്രിയൽ ഫൈലോജനി അവരതിനെ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തു. അത് പ്രകാരം ചിത്രത്തിൽ കാണുന്ന പോലെ, മാപ്പിൽ കാണുന്ന പോലെ തന്നെ ആ നിറത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 5 ക്ലേഡുകളായിട്ട് അല്ലെങ്കിൽ 5 ഡിഫറെന്റ് സ്പീഷീസുകളായിട്ടാണ് ആ റിസൾട്ട് തന്നത്. അതായത് ചെങ്കോട്ട പാസിന് താഴെ ഒരു ക്ലേഡ്, നമ്മൾ പല തവളകളിലും ഇതിലൊക്കെ പറഞ്ഞ പോലെ ചെങ്കോട്ട പാസ് തൊട്ട് പാലക്കാട് ഗ്യാപ്പ് വരെ ഒന്ന് പിങ്ക് നിറത്തില്, പിന്നെ ഒരു വയലറ്റ് നിറത്തിൽ നമുക്ക് പാലക്കാട് ഗ്യാപ്പിന് നോർത്ത് തൊട്ട് കൂർഗ് വരെ. അത് തന്നെ ഈസ്റ്റേൺ ഗാട്സിലേക്ക് സിമിലർ ആയിട്ടുള്ള സാധനമാണ് കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത്. അതിന് കൂർഗ് കഴിഞ്ഞ് മുകളിൽ അഗുംബെ പ്ലാറ്റ്സിൽ ഒന്ന്, അത് കഴിഞ്ഞ് അഗുംബെ പ്ലാറ്റ്സ് കഴിഞ്ഞ് ഗോവ ഗ്യാപ്പില് വരെ ഒന്ന്. അപ്പൊ 5 ക്ലേഡ് 5 സ്പീഷീസുകളായിട്ടാണ് ഈ മൈറ്റോകോൺട്രിയൽ ഫൈലോജനെ ഡീലിമിറ്റ് ചെയ്തത്. പക്ഷെ they did not stop their study there. നിങ്ങൾക്കറിയാം, ഇന്ന് ടെക്നോളജിയുടെ ഒരു സമയമാണ്. ഹോൾ ജീനോം നമ്മൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുന്നുള്ളൂ, പുറത്തുള്ളവർ മുമ്പേ ചെയ്തു തുടങ്ങി. കാരണം നമുക്ക് ഇപ്പോഴും കോസ്റ്റ് വൈസ്, മണി വൈസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ ഹോൾ ജീനോം വർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10s and 1000s വെച്ച് മൈറ്റോകോൺട്രിയൽ ഇത് ചെയ്യുന്ന സമയത്ത് ഹോൾ ജീനോമിലേക്ക് വരുമ്പോൾ നമുക്ക് ലാക്സ് ആണ് വരുന്നത്. 40-50 ലാക്ക് ഒക്കെയാണ് 10-50 സാമ്പിളുകൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം വരുന്നത്. അപ്പം ഫോർച്ചുനേറ്റ്ലി ദീസ് പീപ്പിൾ വർ ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. അവരത് പഠിച്ചു. ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ സ്റ്റഡി, അവർ ഈ ചെയ്തതിന്റെ ഹോൾ ജീനോം സ്റ്റഡി നടത്തിയതിൽ നിന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ 2 സ്പീഷീസുകളാണ്. അതിൽ ഈ അഗുംബെ മുതൽ വയനാട് വരെ ഉള്ളിടത്ത് ഒരു ഹൈബ്രിഡ് സോൺ, അതായത് ജീൻ ഫ്ലോ നടക്കുന്നുണ്ട്, ഒരു ഹൈബ്രിഡ് സോണും പ്രധാനമായിട്ടും ഗോവ വരെ ഉള്ളത് ഒരു ഒറ്റ ലീനിയേജ് ആയിട്ടും, അത് കഴിഞ്ഞ് വയനാടിന് താഴോട്ട് മുഴുവൻ മറ്റൊരു ലീനിയേജ് ആയിട്ടും ആണ് നിൽക്കുന്നത്. അതായത് തൊട്ട് മുന്നേ മൈറ്റോകോൺട്രിയൽ ഫൈലോജനിയിൽ 5 നിന്നിരുന്നത് 2 നിൽക്കുന്നത്. കാരണം ഇവരിലെല്ലാം തമ്മിൽ ജീൻ ഫ്ലോ ഉണ്ടെന്നും ഇത് നമ്മൾ മൈറ്റോകോൺട്രിയൽ ഇതിൽ പല പല സ്പീഷീസ് ആയിട്ട് തിരിച്ചറിഞ്ഞ സാധനങ്ങൾ അങ്ങനെ ആവണമെന്നില്ല, ഇതെല്ലാം ഒന്നായിരിക്കും എന്നുള്ളൊരു സ്റ്റഡി ആണ് അതിൽ വന്നത്. സോ നമ്മൾ നേരത്തെ ഹില്ലിക് അസിഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി വിശുദ്ധമായിട്ട് സീരിയസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ സാധനങ്ങൾ ടൂൾസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അപ്പം ഐ തിങ്ക് ഐ റാപ്പ് ഇറ്റ് അപ്പ് ഹിയർ. പറഞ്ഞു പോകാനാണെങ്കിൽ ഇനിയും ഒരുപാട് സ്പീഷീസുകൾ ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും കഥ പറയാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടുകൂടി സ്റ്റോപ്പിംഗ് ഹിയർ. വൺസ് അഗൈൻ ലൂക്കയ്ക്കും ആൻഡ് ഓർഗനൈസേഴ്സിനും സാറിനും റിസ്വാനും എന്നെ റെഫർ ചെയ്ത ബാദുഷിനും എന്നെ ശ്രമിച്ച എല്ലാ ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും കേട്ടുന്നവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ആവാം. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. എനിക്കിപ്പം സ്ക്രീനിലുള്ള ചാറ്റ്സ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ്. സോ താങ്ക് യു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ സർ. ഞാൻ പണ്ടെപ്പോഴും ഒരു പേപ്പർ വായിച്ചിട്ടുണ്ട് റിഗാർഡിംഗ് ദി കെറാറ്റോഡോൺ ഫോർമുല ഓഫ് ടേം. ഇത് നമ്മുടെ ടാഡ്പോളിന്റെ സീഡ്സിന്റെ ഫോർമുല വെച്ചിട്ട് അതിന്റെ ഐഡന്റിഫൈ ചെയ്യും. സോ സർ, അത് ആ ഒരു വർക്കിനെ പറ്റി കുറച്ചും കൂടി അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് ഒരു ബുക്ക് പോലും ഉണ്ട് കെറാറ്റോഡോൺ, ഈ ടാഡ്പോളിന്റെ ഇത് വെച്ചിട്ട്, അതിന്റെ കെറാറ്റോഡോൺ ഫോർമുല വെച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ഫ്രോഗ്. സോ സർ, അതില് കുറച്ചും കൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ പേപ്പർ വായിച്ചപ്പോൾ, ആ ബുക്ക് വായിച്ചപ്പോൾ. തീർച്ചയായും അത് വളരെയധികം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഉഭയജീവികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു പുതിയ ഇനത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴോ എല്ലാം ടാഡ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അതില് ഈ ടാഡ്പോളിന്റെ ടീത്ത് ഫോർമുല മാത്രം വെച്ച് പറ്റില്ല. ലൈക്ക് ഇപ്പൊ ഒരു ജീനസ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ചിലതിന് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ടാവും. പക്ഷെ ഇഫ് യു യൂസ് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വി ക്യാൻ ആക്ച്വലി ഐഡന്റിഫൈ ആംഫിബിയൻസ് ഫ്രം ദ ടാഡ്പോൾസ്. അപ്പൊ ടീത്ത് ഫോർമുല ഉണ്ട്, അവരുടെ ഫിന്നിന്റെ ഇതുണ്ട്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇത്തരത്തിൽ തവളകളെ, മുതിർന്ന തവളകളുടെ വാൽമാക്രികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം പലപ്പോഴും പല ഉഭയജീവികളെയും പുതുതായിട്ട് കണ്ടെത്തുന്നതിന് ശേഷം ഇതിന്റെ ടാഡ്പോളിനെ പിന്നീടായിരിക്കും പഠിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഈ നമ്മുടെ നാസിക പെട്രക്കസ് സഹിയാബ്രൻസിസ് എന്ന് പറയുന്ന 2003 ഇതിനെ കണ്ടെത്തുന്നത്.
2003 ഡോക്ടർ ബിജുവും ഫ്രാങ്കി ബൊസ്യൂട്ട് എന്ന് പറയുന്ന മലയാളിയായിട്ട് ഡോക്ടർ ബിജുവും ഫ്രാങ്കി ബൊസ്യൂട്ട് എന്ന് പറയുന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടെത്തുന്നത്. അപ്പൊ കണ്ടെത്തി ഇവര് ഇത് ഇത്തരത്തിൽ ഗോണ്ട്വാന കണക്ഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളത് ജനിതകപരമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ 2006 ഡോക്ടർ ഇന്ദ്രനീൽ ദാസും സുശീൽ ദത്തയും മറ്റൊരു പഴയ പഠനം എന്താ പറയാ ഡിഗ് ചെയ്തെടുക്കുകയുണ്ടായി. അതായത് ഇതിന് 100 വർഷം മുന്നേ ഈ തവളയുടെ വാൽമാക്രിയെ കുറിച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ തോമസ് നെൽസൺ അലൻഡേലും റാവു എന്ന് പറയുന്ന ഇന്ത്യൻ പെട്രോക്കോളജിസ്റ്റും എഴുതിയിട്ടുണ്ട്. അന്ന് ഇത്തരത്തിൽ ജനിതകപരമായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ഇല്ലാതിരുന്ന കാലത്ത് ഇതിന്റെ അഡൽട്ടിന് ഒരു ഗോണ്ട്വാന കണക്ഷൻ ഉണ്ടാവാം, ഒരു ആഫ്രിക്കൻ കണക്ഷൻ ഉണ്ടാവാം, ഈ തവളയുടെ അഡൽട്ട് മണ്ണിനടിയിൽ ആയിരിക്കും ജീവിക്കുന്നത് എന്ന് അവർ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ടാഡ്പോളിനെ വെച്ച് നമുക്ക് പഠനങ്ങൾ നടത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. റോയ് മക്ഡാബിഡ് അതുപോലെ റൊണാൾഡ് ആൾട്ടിക് എന്ന് പറഞ്ഞ 2 ഇതിൽ അധികായരായിട്ട് പറയുന്നുണ്ട്. അവരുടെ ടാഡ്പോൾസ് എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് ഗംഭീരമായിട്ടുള്ള പുസ്തകമാണ്, കുറച്ച് അക്കാഡമിക് ആണ്. ഞാൻ ഇതിൽ എന്റെ ഇമെയിൽ ID ഞാൻ ഇട്ടേക്കാം. അപ്പം പുസ്തകം താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒരു PDF ഉണ്ട്, ഐ ക്യാൻ ഷെയർ ഇറ്റ്. വളരെ അതായത് ടാഡ്പോളിനെ കുറിച്ച് അറിയാൻ എന്താ പറയാ എന്റെ ഒരു ലാസ്റ്റ് വേർഡ് ആണ് ആ പുസ്തകം. Yes, sir. Sure, sir. Thank you. Is mountains in Sri Lanka part of Western Ghats formation to northern non-western? Yes. വെസ്റ്റേൺ ഗാട്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് അഗസ്ത്യമലയിൽ കാണുന്ന പല സാധനങ്ങളും ശ്രീലങ്കൻ അഫിനിറ്റി ഉള്ളതാണ്. ഇതില് ഇനി ഈ ഡയറക്ട് ഡെവലപ്പിംഗ് ഫ്രോഗ്സില് റാക്കോഫോറിഡയില് സ്യൂഡോഫിലോട്ടസ് എന്ന് പറയുന്ന ഒരു ജനുസ് ഉണ്ട്. ഈ സ്യൂഡോഫിലോട്ടസിൽ നമുക്ക് പശ്ചിമഘട്ടത്തിൽ 3 ഇനാണുള്ളത്. അമ്പോളി പ്രദേശത്ത് കാണുന്ന സ്യൂഡോഫിലോട്ടസ് അമ്പോളി, അഗുംബെ മുതൽ ചെങ്കോട്ട പാസ് വരെ കാണുന്ന സ്യൂഡോഫിലോട്ടസ് വയനാടൻസസ്, ചെങ്കോട്ട പാസ് തൊട്ട് അശംഭു അല്ലെങ്കിൽ കന്യാകുമാരി വരെ കാണുന്ന സ്യൂഡോഫിലോട്ടസ് കാണി. ഈ 3 ഇനങ്ങളാണ്. എന്നാൽ നേരെ ഇത് ശ്രീലങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ 10-40-ലധികം സ്പീഷീസ്, 40ആണെന്ന് തോന്നുന്നു, കൃത്യ നമ്പർ എനിക്ക് ഓർമ്മയില്ല, സ്യൂഡോഫിലോട്ടസിൽ അടങ്ങുന്ന ഒരുപാട് ഇനങ്ങൾ ശ്രീലങ്കയിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന് കങ്കാരു ലുസാഡ് എന്ന് പറയുന്ന അഗസ്ത്യമലയിൽ കാണുന്ന ഒരു ഇനുണ്ട്. ഓട്ടോക്രിപ്റ്റസ് എന്നായിരുന്നു പഴയ പേര്, ഇപ്പൊ അഗസ്ത്യാമ എന്നായി ജീനസ്. അഗസ്ത്യാമ ബെഡോമി എന്ന് പറയുന്ന അഗസ്ത്യമലയിൽ കാണുന്ന ഒരു ഇനവും കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ ടീം ഇടുക്കി പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ അഗസ്ത്യകാമ എഡ്ജ് എന്ന് പറയുന്ന സ്പീഷീസും. ഇവരുടെ സിസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓട്ടോക്രിപ്റ്റസ് എന്ന് പറയുന്ന നമ്മുടെ ശ്രീലങ്കയിൽ കാണുന്ന സ്പീഷീസുകളാണ്. ഇനി വീണ്ടും സ്നേക്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹംബ്നോസ് ബിറ്റ് വൈപ്പർ, ഹിപ്നെയിൽ എന്ന് പറയുന്ന ഹംബ്നോസ് ബിറ്റ് വൈപ്പർ പശ്ചിമഘട്ടത്തിൽ മുഴുവൻ ഒറ്റ ഇനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളത് ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഹിപ്നെയിൽ സാറ, ഹിപ്നെയിൽ അങ്ങനെ 3 സ്പീഷീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ യെസ്. സന്ദീപ്, എനിക്കൊരു ഡൗട്ട്. ഇത് നമ്മുടെ ഈ സ്പീഷി ഈ പറഞ്ഞതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിച്ചതെല്ലാം തന്നെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണോ വരുന്നത്? ഇതിന്റെ കൺസർവേഷൻ സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ എന്താണ്? ജസ്റ്റ് ഒന്ന് പറയാം. ഉഭയജീവികളെ നമ്മൾ സംസാരിച്ചാൽ ഉഭയജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ബഹുഭൂരിപക്ഷവും ഉഭയജീവികളല്ല, നമ്മൾ ഇന്ന് സംസാരിച്ച ഉരകങ്ങളും ശരിയാണ്, എല്ലാം ത്രെട്ടൻഡ് സ്റ്റാറ്റസ് എന്ന് പറയാം. ജനറലി ഒന്നല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആവാം, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആവാം, അതല്ലെങ്കിൽ വളറബിളോ ത്രെട്ടൻഡോ ആവാം. ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നവരായിരിക്കും ഇവരെല്ലാവരും. കാരണം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ മൈക്രോ ഹാബിറ്റാറ്റ് സ്പെസിഫിസിറ്റിയും അല്ലെങ്കിൽ ഈ എൻഡമിക് സ്വഭാവം. ഉദാഹരണം ഇപ്പൊ അവസാനം പറഞ്ഞ ഓറഞ്ച് ലിപ് ലിസാർഡ്, ഒറന്റോലേബിയം എന്ന് പറയുന്നത് അഗസ്ത്യമലയിൽ മാത്രമേ ഉള്ളൂ. അതും അഗസ്ത്യമലയിൽ ആ പറയുന്ന 1000 മീറ്ററിന് മുകളിലുള്ള ചില ആകാശ ദ്വീപുകളിൽ മാത്രം. അപ്പൊ ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷവും വംശനാശ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ IUCN ത്രെട്ടൻഡ് ലിസ്റ്റിൽ പെടുന്നവയാണ്. ഈ ആംഫിബിയൻസ് ആണെങ്കിൽ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ തന്നെ 41% ഉഭയജീവികളും വംശനാശ ഭീഷണി നേരിടുന്നതാണ് അല്ലെങ്കിൽ ത്രെട്ടൻഡ് ആണ്. അപ്പൊ അതില് ഈ നമുക്കിപ്പോ പശ്ചിമഘട്ടത്തിൽ 253 ഇനത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു റഫ്ലി മോർ ദാൻ 60% belongs to one or another of the threatened categories. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസ് പറയാം. അതായത്
എൻ്റെ വീടൊരു വെറ്റ്ലാൻഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു വലിയ പോണ്ടൊക്കെ ഉണ്ടായിരുന്നു, വെറ്റ്ലാൻഡ് പാഡി ഫീൽഡൊക്കെ. പക്ഷെ അവിടുന്ന് ഈ രാത്രി കാലങ്ങളിൽ വന്ന് ഈ എന്താണ് മറ്റേ അന്നത്തെ പെട്രോൾമാക്സ് ലൈറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ എന്റെ വെളിച്ചത്തില് ഇതിനെല്ലാം പിടിച്ച് ചാക്കിലിട്ട് കൊണ്ടുപോയി തവളപിടുത്തം എന്ന് പറഞ്ഞൊരു അതൊരു ബിസിനസ് തന്നെ ആയിരുന്നു. അതേ ഇതിന്റെ ഈ കോളേജിൽ ഇതിന്റെ റോൾ എന്താണെന്നും അന്ന് ആർക്കും അന്ന് അറിയില്ല എന്നത്. അത് മാത്രമല്ല ഈ പാഡി ഫീൽഡില് വൻതോതിൽ അന്ന് കീടനാശിനികൾ ഉപയോഗിക്കും. ഞങ്ങൾ കുട്ടിക്കാലത്ത് കാണുന്നത് വളരെ സങ്കടമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ തവളകളെല്ലാം ചത്ത് കിടക്കുന്നതാണ്. തോട്ടിലും വയലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ചത്ത് കിടക്കുന്ന ഒരു തരത്തിലുള്ള കെയറും സമയത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് അതിനെ അറിയില്ല എങ്ങനെയാണ് എന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസിയുടെ ഭാഗത്തുനിന്ന് എന്താണ് ജസ്റ്റ് ഒന്നൊരു. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ്. ഈ ഒരു പക്ഷേ ഉണ്ടായിരുന്നു, അന്ന് വളരെ വ്യാപകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മള് എന്താ പറയാ, സുമതി സാറിനറിയാം ഇവരെ എണ്ണത്തിൽ വലിയ കുറവ് വന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് സുവോളജി, ബയോളജി പഠിച്ചിട്ടുള്ള ആളുകൾ. കാരണം ഇപ്പൊ ഇത് പഠിച്ചിരുന്ന ആളുകളെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുന്നേ വരെ എല്ലാവരും ഇതിനെ വെട്ടിക്കീറി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനേക്കാട്ടിലും ഉപരി ഇന്ന് അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ ഇല്ലായ്മ തന്നെയാണ്. കാരണം നമ്മുടെ സംരക്ഷിത പ്രദേശങ്ങൾ, ഇപ്പൊ വനത്തിൽ കാണുന്ന തവളകളൊക്കെ ഒരുവിധം ഫെയർലി പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ഡിസീസസോ പോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രൊട്ടക്റ്റഡ് ഏരിയക്കകത്ത് കാണുന്ന സാധനങ്ങൾ ഫെയർലി പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഈ നമ്മളിപ്പോ സാർ പറഞ്ഞൊരു സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മൾ പച്ചത്തവള, പൊക്കൻ തവള, മക്കച്ചിത്തവള എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ബുൾഫ്രോഗ് എന്ന് പറയുന്ന ഇനാണ് ഹോപ്ലോപട്രാക്കസ് ടൈഗ്രിനസ് ശാസ്ത്രീയമാണുള്ളത്. ഈ തവളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നമ്മുടെ വെറ്റ്ലാൻഡ്സിലാണ് കാണുന്നത്. ഇന്ന് വെറ്റ്ലാൻഡ്സ് പലപ്പോഴും കുറയുകയാണ്, അല്ലെങ്കിൽ ഈ ഉള്ള വെറ്റ്ലാൻഡ്സിന് പലപ്പോഴും അതിരുകളുണ്ട്, മതിലുകളുണ്ട്. അപ്പൊ ഇവർക്ക് അല്ലെങ്കിൽ ഇതിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ലീനിയർ ഇൻട്രൂഷൻസ് ഉണ്ട്, റോഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പൊ ഇവര് പലപ്പോഴും എന്താ പറയാ ഐലൻഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്യാപ്ചേർഡ് ആയി അല്ലെങ്കിൽ എന്താ പറയാ കേജ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഇവരുടെ എണ്ണത്തിൽ വളരെ കാര്യമായിട്ടുള്ള എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. മറ്റേ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള ഉണ്ട്, ഇല്ലാന്നല്ല, ഇപ്പോഴും വളരെ രഹസ്യമായിട്ട് എല്ലാ വർഷവും പെട്രോമാക്സ് അല്ലെങ്കിൽ ടോർച്ചും കൊണ്ട് രാത്രി ഇറങ്ങുന്ന ആളുകളുണ്ട്. വനംവകുപ്പ് വളരെ ഊർജിതമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ്ഗർ പിക്ചർ ഇപ്പൊ ആവാസ വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ വനപ്രദേശങ്ങളിൽ കാണുന്ന തവളകളെക്കാട്ടിൽ കൂടുതൽ ഭീഷണി നേരിടുന്ന ഉഭയജീവികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ തണ്ണീർത്തടങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ കാണുന്ന പലപ്പോഴും വേസ്റ്റ് ലാൻഡ്സ് എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണുന്ന തവളകളാണ്. ഇനി ആർക്കും സംശയം ഇല്ലെങ്കിൽ നമുക്ക് നിർത്താൻ തോന്നുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പം സന്ദീപ് ദാസിനും അതേപോലെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.